പുരാതന റോമിലെ അതിപ്രശസ്തമായ ടൈബർ നദിക്കരയിലെ റോമൻ ശില്പകല വിളിച്ചോതുന്ന അതിസുന്ദരമായ ഒരു തിയേറ്റർ. ഈ കൊട്ടാരതുല്യമായ കെട്ടിട സമുച്ചയം അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് പോംപി എന്നായിരുന്നു. പുലർച്ചെ തന്നെ 60-ൽ പരം വരുന്ന റോം സെനറ്റർമാർ പല ഗ്രൂപ്പുകളിലായി അവിടേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോം സെനറ്റർമാരുടെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ആണ് ഹൗസ് ഓഫ് പോംപിയിൽ നടക്കാൻ പോകുന്നത്. എങ്കിലും അങ്ങോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന സെനറ്റർമാരിൽ ചിലരൊക്കെ മറ്റുള്ളവർ കേൾക്കാതെ എന്തൊക്കെയോ രഹസ്യമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ മുഖഭാവങ്ങളിൽ എന്തോ വലിയ ഒരു ദുരന്തം ഈ സെനറ്റ് ഹാളിൽ അന്ന് നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കാം. അവർ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, തങ്ങൾ ഈ സെനറ്റ് മീറ്റിംഗിൽ നടത്താൻ പോകുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. ഈ കൊലപാതകം നടത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് ആവശ്യം തന്നെയാണ്. പക്ഷേ അവരിൽ പലരുടെയും മുഖത്ത് ഭയവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല ഗ്രൂപ്പുകളായി സെനറ്റ് അംഗങ്ങൾ പോംപി ഹാളിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. സെനറ്റ് അംഗങ്ങളിൽ ഏകദേശം 80-നോടടുപ്പിച്ചുള്ള ആളുകൾ ഒരേ ലക്ഷ്യത്തിനായിട്ടാണ് അന്ന് സെനറ്റ് മീറ്റിംഗിന് പോംപി ഹാളിൽ വന്നിരിക്കുന്നത്. മാസങ്ങളായി നടത്തിയ ഗൂഢാലോചനകളുടെ ഭാഗമായി റോം സാമ്രാജ്യത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റെടുത്ത എല്ലാ വെല്ലുവിളികളും മറികടന്ന, ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും വിജയം കൈവരിച്ച, റോമൻ സാമ്രാജ്യത്തിൽ മിന്നുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ, അന്നത്തെ റോമൻ ജനതയുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷമുള്ള ജൂലിയസ് സീസറിന്റെ ജീവൻ എടുക്കാൻ തന്നെയാണ് ഈ 80ഓളം വരുന്ന സെനറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗൾ, ഈജിപ്ത്, ഇറ്റലി തുടങ്ങിയ പ്രദേശങ്ങളിൽ നടത്തിയ യുദ്ധങ്ങൾ വിജയിച്ച് റോമൻ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്ത ഒരു യോദ്ധാവിന്റെ ജീവൻ എടുക്കാൻ അതേ റോമൻ അധികാരികൾ എന്തിനാണ് തയ്യാറാവുന്നത്? 80-ലധികം വരുന്ന ഗൂഢാലോചനാ സംഘം എന്തുകൊണ്ടാണ് സീസർ എന്ന ഒരു മനുഷ്യനെ ഭയക്കുന്നത്? റിപ്പബ്ലിക്കായിരുന്ന ആ വിശാലമായ റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് സീസർ തന്റെ മാത്രം അധികാരത്തിലേക്ക് എത്തിച്ചത്? കൂടെ നിന്നവർ തന്നെ എന്തിനാകണം സീസറിന്റെ ജീവൻ എടുക്കാൻ വെമ്പുന്നത്? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമറിയാൻ നമുക്ക് ജൂലിയസ് സീസർ എന്ന ധീരയോദ്ധാവിന്റെ, സ്വേച്ഛാധിപത്യ ഭരണാധികാരിയുടെ യഥാർത്ഥ ചരിത്രം അറിയേണ്ടതുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സ്വേച്ഛാധിപതിയുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് ഫ്ലാഷ് ബാക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. റോമൻ റിപ്പബ്ലിക്കിന്റെ കാലഘട്ടത്തിൽ റോം നഗരത്തിൽ BC 100 ജൂലൈ 12-ന് അല്ലെങ്കിൽ 13-നാണ് ജൂലിയ വംശജനായി പാട്രീഷ്യൻ കുടുംബത്തിലാണ് ജൂലിയസ് സീസറിന്റെ ജനനം. BC 7-ാം നൂറ്റാണ്ടിൽ റോമിന്റെ 3ാമത്തെ രാജാവായിരുന്ന ടുള്ളാസ് ഹോസ്റ്റീലിയസ് സീസർ കുടുംബത്തിന്റെ നഗരമായ ആൽബ ലോങ്ക ആക്രമിച്ചതിന് ശേഷമാണ് അവർ റോമിലേക്ക് കുടിയേറി പാർക്കുന്നത്. കാലക്രമേണ സീസർ കുടുംബത്തിലുള്ളവർ റോമിന്റെ ഭരണസമിതിയിൽ സുപ്രധാന സ്ഥാനങ്ങൾ അലങ്കരിച്ചതായി പറയപ്പെടുന്നു. റോമൻ റിപ്പബ്ലിക്കിന്റെ കാലഘട്ടത്തിൽ റോം നഗരത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി കഴിഞ്ഞിരുന്ന ഗായസ് ജൂലിയസ് സീസർ ആയിരുന്നു ജൂലിയസ് സീസറിന്റെ പിതാവ്. ജൂലിയസ് സീസറിന്റെ മുഴുവൻ പേരും ഗായസ് ജൂലിയസ് സീസർ എന്ന് തന്നെയായിരുന്നു. കോളനി ഗവർണറായും മറ്റും വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. BC 80-കളിലെ റോമൻ ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ട പക്ഷത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ കൗൺസിലർ ഓഫീസറായി 7 തവണ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരു ഉയർന്ന പ്രഭു കുടുംബത്തിൽ പിറന്നതായിരുന്നു സീസറിന്റെ അമ്മയായ ഔറേലിയ. അവരെ വിവേചനാധികാരമുള്ള ബുദ്ധിമതിയായ സ്ത്രീയായി വിശേഷിപ്പിച്ചിരുന്നു. വളരെ ഉയർന്ന ചിന്താഗതിയും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും ഉണ്ടായിരുന്ന ഔറേലിയയെ റോമിലുടനീളം എല്ലാവരും വളരെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. ജൂലിയസ് സീസറിന്റെ ജനന സമയത്ത് ക്ഷേത്രങ്ങൾ കൊണ്ടും കോളനികൾ കൊണ്ടും നിറഞ്ഞിരുന്ന റോം നഗരം ഒരിക്കൽ അദ്ദേഹം അടക്കി വാഴുമെന്നും അവിടുത്തെ പരമാധികാരിയായി മാറുമെന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കുമായിരുന്നില്ല. വളരെ മിടുക്കനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. യൂറോപ്പിന്റെ ഭൂപടം തന്നെ തിരുത്തി എഴുതിയ ചക്രവർത്തിയായി ഒടുവിൽ അദ്ദേഹത്തിന് മാറാനും സാധിച്ചു. അതിലും പ്രാധാന്യമുള്ളത്, വെറുമൊരു റിപ്പബ്ലിക്കായിരുന്ന റോമിനെ ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റിയത് ജൂലിയസ് സീസർ എന്ന വ്യക്തി തന്നെയായിരുന്നു. റോമൻ ജനത പിന്തുടർന്ന പഴയ വ്യവസ്ഥകളൊക്കെ പൂർണ്ണമായും മാറ്റി എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോം സീസറിന്റെ മനസ്സിലെ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദു തന്നെയായിരുന്നു റോം നഗരം. അവിടുത്തെ സുബോറ എന്ന കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ പിടിച്ചുപറിക്കാരുടെയും കൊലപാതകികളുടെയും നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനവും ബാല്യകാലവും. പക്ഷേ ഈ ചേരികളിൽ അലഞ്ഞു തിരിഞ്ഞ് സമയം കളഞ്ഞിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. സീസറിന്റെ കുടുംബം റോമിലെ പ്രഭുക്കന്മാരുടെ കുടുംബങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. റോമിന്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഇതേ സീസർ കുടുംബത്തിലുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ പഴയ പ്രതാപകാലത്തെ ആഡംബരമായ ജീവിതമായിരുന്നില്ല സീസറിന്റെ ജനന സമയത്ത് ഉണ്ടായിരുന്നത്. ഗായസ് ജൂലിയസ് സീസർ
ഈ പേരിൽ ജൂലിയസ് സീസർ ഇവ രണ്ടും അദ്ദേഹത്തിന്റെ കുടുംബ പേരുകളായിരുന്നു. ഇതിൽ സീസർ എന്ന പേരിന്റെ പിന്നിൽ ഒരു കഥ പറയപ്പെടുന്നുണ്ട്. സീസറിന്റെ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ മാതാവിന്റെ വയർ കീറി പുറത്തെടുക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. അതായത് ഇന്നത്തെ സിസേറിയൻ പോലെയുള്ള രീതിയിലാണ് സീസറിന്റെ ജനനം എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു ജനനമാണ് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം സീസർ എന്നൊരു വാക്ക് വരാൻ കാരണമെന്ന് പറയപ്പെടുന്നു. പക്ഷേ അന്നൊക്കെ അപകടകരമായ അവസ്ഥയിൽ ഒന്നുകിൽ കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ജീവൻ രക്ഷപ്പെടുത്താനായി മാത്രമാണ് വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതി ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ അന്നത്തെ കാലത്ത് 100% അമ്മയോ കുഞ്ഞോ മരണപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഒരു പൊരുത്തക്കേടുണ്ട്. അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സുവരെയും അദ്ദേഹത്തിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജനിച്ചത് സാധാരണ പ്രസവത്തിലൂടെയാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുമല്ല 40ാം വയസ്സുവരെയും അദ്ദേഹത്തിൻ്റെ പ്രധാന വഴികാട്ടിയും ഉപദേശകയും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയായ ഔറേലിയ. മാത്രമല്ല മാരിയസ് എന്ന ഒരു സമ്പന്നമായ രാഷ്ട്രീയക്കാരനെ വിവാഹം കഴിച്ചുകൊണ്ട് സീസറിൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചതും ഇതേ ഔറേലിയ തന്നെയായിരുന്നു. ഈ വിവാഹം സീസറിന്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. മാരിയസ് ഈ വിവാഹ സമയത്ത് റോമൻ ഭരണം കൈയടക്കിയ സെനറ്റ് അംഗങ്ങളിൽ പ്രധാനിയായിരുന്നു. മാത്രമല്ല സൈനിക തലവൻ എന്ന നിലയിൽ കഴിവുകൾ തെളിയിക്കുകയും ചെയ്തയാളായിരുന്നു മാരിയസ്. ഈ ബന്ധങ്ങളൊക്കെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് റോമിന്റെ സെനറ്റ് ഹൗസിൽ സ്ഥാനം നേടാൻ സീസറിനെ യോഗ്യനാക്കി. അന്നൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പ്രഭുക്കന്മാരൊക്കെ റോമിനെ ഭരിച്ചിരുന്നത് വളരെ അലസമായിട്ട് തന്നെയായിരുന്നു. 18ാം നൂറ്റാണ്ടോടുകൂടി സെനറ്റ് അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അവർക്കിടയിൽ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ മാരിയസിനൊപ്പം ചേർന്നുകൊണ്ട് സീസർ തൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ സെനറ്റ് അംഗങ്ങളാക്കുകയും അവരെയൊക്കെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സീസറിന്റെ 16ാമത്തെ വയസ്സിലാണ് പ്രധാന സെനറ്റ് അംഗമായ ലൂസിയസ് കൊർണേലിയസിനയുടെ മകളായ കൊർണേലിയസിനെ സീസർ വിവാഹം കഴിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതായത് BC 88 റോമിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ പ്രമുഖനായിരുന്നു സീസറിന്റെ ബന്ധുവായ ഗായസ് മാരിയസ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു സീസർ വിവാഹം കഴിച്ച കൊർണേലിയയുടെ പിതാവിന്റെ സഹോദരനായ ലൂയിസ് കൊർണേലിയസ് സുള്ള. റോമിന്റെ വടക്കൻ പ്രദേശമായ അനറ്റോലിയയിൽ യുദ്ധത്തിലേർപ്പെട്ടിരുന്ന റോമൻ സേനയുടെ ചുമതലയെ ചൊല്ലി സുള്ളയും മാരിയസും തമ്മിൽ വലിയ തർക്കത്തിൽ എത്തിച്ചേരുന്നു. ഇത് ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് ചെന്നെത്തിയത്. സുള്ള തൻ്റെ ഏറ്റവും മികച്ച 5 സൈനിക ഗ്രൂപ്പുമായി റോമിലേക്ക് ഇരച്ചു കയറുകയും മാരിയസിനെ അതിദയനീയമായി പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. റോമിന്റെ അധികാരം പിടിച്ചെടുത്ത സുള്ള ആദ്യം ചെയ്തത് മാരിയസിനെ രാഷ്ട്രത്തിന്റെ തന്നെ ശത്രുവായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. BC 87 അവസാനത്തോടെ നാടുകടത്തപ്പെട്ട മാരിയസ് റോമിൽ നിന്നും ആഫ്രിക്കയിലെ തൻ്റെ സൈനികരുടെ അടുത്തേക്ക് ഒളിച്ചോടുകയായിരുന്നു. സുള്ളയും മാരിയസും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ മാരിയസിന്റെ പക്ഷത്ത് നിന്നയാളായിരുന്നു സുള്ളയുടെ സഹോദരനായ കൊർണേലിയസ് സിന്ന. ഈ സിന്നയുടെ മകളായ കൊർണേലിയയാണ് നമ്മുടെ ജൂലിയസ് സീസർ വിവാഹം കഴിച്ചിരിക്കുന്നത്. ജൂലിയസ് സീസറിന്റെ അമ്മാവനായ മാരിയസ് നാടുകടത്തപ്പെട്ടതോടെ സുള്ള ജൂലിയസ് സീസറിനെതിരെ തിരിയുന്നു. ജൂലിയസിനെ ഇല്ലാതാക്കാൻ ഇപ്പോൾ സുള്ളയ്ക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് തൻ്റെ സഹോദരന്റെ മകളുടെ ഭർത്താവ് എന്ന സ്ഥാനം മാത്രമായിരുന്നു. ഇതോടെ കൊർണേലിയയെ വിവാഹമോചനം നടത്താൻ സുള്ള സീസറിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സീസർ അതിന് തയ്യാറായില്ല. അധിക നാൾ കഴിയും മുന്നേ സീസറിനെ വകവരുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സീസർ ഒളിവിൽ പോകുന്നു. വിശ്വാസമുള്ള ബന്ധുക്കളുടെ സഹായത്തോടെയാണ് സീസർ ഒളിവിൽ കഴിയുന്നത്. സുള്ള ഭരണം പിടിച്ചെടുക്കുന്നതിനായും അത് നിലനിർത്തുന്നതിനായും എതിർത്ത് നിന്ന ആൾക്കാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലാക്കുകയും ജയിലുകളിൽ തന്നെ അവരെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ ജയിലിലാക്കുകയും വധിക്കപ്പെടുകയും ചെയ്തവരിൽ സെനറ്റ് അംഗങ്ങൾ പോലും ഉൾപ്പെട്ടിരുന്നു. എതിരാളികളായ പലരുടെയും പേരുകൾ റോം നഗരങ്ങളിൽ പരസ്യമായി പതിക്കപ്പെട്ടു. അവരെ കൊല്ലുന്നവർക്ക് പ്രതിഫലങ്ങൾ ഓഫർ ചെയ്തു. ഇങ്ങനെ സുള്ള കൊല ചെയ്തത് 1600 പരം വരുന്ന പ്രമുഖരായ റോം പൗരന്മാരെയായിരുന്നു. കൊല ചെയ്യാനായി നഗരങ്ങളിൽ പതിക്കപ്പെട്ട ലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ജൂലിയസ് സീസറിൻ്റെതായിരുന്നു. ഈ ലിസ്റ്റിലുള്ളവരെ കൊല്ലുന്നവർക്ക് സുള്ള വൻതുക സമ്മാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനം റോമിൽ കൂടുതൽ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായി. സീസറിൽ ഏർപ്പെടുത്തിയ കുറ്റങ്ങൾ നീക്കം ചെയ്യാനായി സീസറിന്റെ അമ്മ വെസ്റൽസുമായി ചർച്ചകൾ നടത്തി. വെസ്റൽസ് എന്ന് പറഞ്ഞാൽ അക്കാലത്തെ റോമൻ മതവിശ്വാസത്തിൽപ്പെട്ട അടുപ്പിന്റെയും അടുപ്പിലെ തീയുടെയും ദേവതയായ വെസർ എന്ന ദേവതയെ പൂജിക്കുന്ന പുരോഹിതന്മാരാണ്. അവർ വഴിയാണ് സമാധാന ചർച്ചയ്ക്ക് സീസറിന്റെ അമ്മയായ ഔറേലിയ ശ്രമം നടത്തിയത്. നിഷ്പക്ഷരായ ചില സെനറ്റ് അംഗങ്ങൾ കൂടി സീസറിന് വേണ്ടി വാദിച്ചപ്പോൾ സുള്ളയ്ക്ക് വഴങ്ങേണ്ടി വന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്നും സീസറിന്റെ പേര് എടുത്തു മാറ്റിയെങ്കിലും സീസറിന്റെ ഔദ്യോഗിക പദവികൾ സുള്ള എടുത്തു കളഞ്ഞു. ഭരണസമിതിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും സൈനികനായി സേവനമനുഷ്ഠിക്കാനുള്ള അനുമതി സീസറിനുണ്ടായിരുന്നു. ഇതോടെ അദ്ദേഹം
റോമൻ സൈന്യത്തിൽ സേവനം നൽകുന്നതിന്റെ ഭാഗമായി ഏഷ്യയിലേക്ക് കടക്കുന്നു. അക്കാലത്ത് തന്നെ റോം അറ്റാലിഡ് എന്ന രാജ്യം പിടിച്ചെടുത്തതിനെ തുടർന്ന് പടിഞ്ഞാറൻ തുർക്കിയിലെ, അതായത് ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള അനറ്റോലിയ എന്നറിയപ്പെടുന്ന ഉപദ്വീപിലേക്ക് സീസർ സൈനിക സേവനത്തിനായി കടന്നുവരുന്നു. അന്ന് ഈ പ്രദേശത്തെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത് മാർക്കസ് മനൂഷ്യസ് തെർമസ് എന്നയാളായിരുന്നു. അങ്ങനെ മനൂഷ്യസ് തെർമസിന്റെ സൈന്യത്തിൽ സീസർ സേവനമനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് സീസർ ഒരു നാവികസേനയെ തരപ്പെടുത്തുന്നതിനായി ബദൈനിയയിലേക്ക് യാത്ര നടത്തിയിരുന്നു. അവിടുത്തെ രാജാവായ നിക്കോഡമിസ് നാലാമന്റെ അതിഥിയായി സീസർ കുറച്ചു കാലം കഴിയുന്നുമുണ്ട്. ഈ സമയത്ത്, അതായത് BC 81 റോമിനെതിരെ കലാപങ്ങൾ നടത്തുകയും അതിനായി കടൽ കൊള്ളക്കാരെ രഹസ്യമായി സഹായിക്കുകയും ചെയ്ത ലെസ്ബോസ് ദ്വീപിലെ മെറ്റലീൻ എന്ന നഗരം ഉപരോധിക്കാൻ മാർക്കസ് മനീഷ്യസ് തെർമസ് സൈനിക നീക്കം നടത്തുന്നത്. ഈ ആക്രമണത്തിൽ സീസറും ഭാഗമായിരുന്നു. റോമൻ സൈന്യത്തിന് ഏകപക്ഷീയമായ വിജയം തന്നെയായിരുന്നു ഈ ആക്രമണത്തിൽ മാർക്കസ് നേടിക്കൊടുത്തത്. ഈ യുദ്ധത്തിൽ റോമൻ സൈന്യത്തിന്റെ പ്രധാന ബഹുമതിയായ സിവിക് കിരീടം സീസറിന് ലഭിക്കുന്നു. യുദ്ധത്തിൽ കൂടെയുള്ള സൈനികരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു റോമൻ പട്ടാളക്കാരന് നൽകുന്ന ഏറ്റവും വലിയ പദവിയായിരുന്നു ഇത്. പൊതുയോഗങ്ങളിലും മറ്റും ഈ പദവി ലഭിക്കുന്നവർക്ക് ധരിക്കുന്നതിനായി ഒരു പ്രത്യേകതരം കിരീടം നൽകിയിരുന്നു. ഈ സംഭവങ്ങളിൽ സീസർ തന്റെ സൈനിക അഭിനിവേശവും യുദ്ധങ്ങളിൽ തന്റെ കഴിവും പ്രകടിപ്പിച്ചിരുന്നു. സുള്ള പിടിച്ചടക്കിയ റോമിൽ ഈ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റോം പിടിച്ചടക്കിയെങ്കിലും ആകെ താറുമാറായി കിടക്കുന്ന റോമൻ ജനതയെ ഭരിക്കുക എന്നത് സുള്ളയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ ഒരു ജോലി തന്നെയായിരുന്നു. ഭരണം നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ റോം നേരിടുന്ന എല്ലാ വലിയ വെല്ലുവിളികളും സുള്ളയ്ക്ക് മറികടക്കേണ്ടതുണ്ട്. റോമിന്റെ അന്നത്തെ ആദ്യത്തെ പ്രശ്നം അവിടെ നിലനിന്നിരുന്ന ഭരണവ്യവസ്ഥകൾ തന്നെയായിരുന്നു. 600 വർഷക്കാലം റോം ഭരിക്കപ്പെട്ടത് ഒരു കൂട്ടം സെനറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. ഓരോരുത്തർക്കും പല പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും അവരുടെ ഉത്തരവാദിത്ത മേഖലകൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടും. അതായത്, ഒരാൾ റോമിലെ റോഡ് പണികൾ ഒരു വർഷം നോക്കിയാൽ അടുത്ത വർഷം അത് മറ്റൊരു സെനറ്റ് അംഗമാകും കൈകാര്യം ചെയ്യുക. ഈ സിസ്റ്റം റോം എന്ന ചെറിയ നഗരത്തിൽ വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ കാലം ചെല്ലുന്തോറും മെഡിറ്ററേനിയൻ പ്രദേശം മുഴുവൻ റോമിൻ്റെ കീഴിൽ വന്നതോടെ ഒരു ചെറിയ നഗരത്തെ ഭരിച്ചിരുന്ന ഈ സിസ്റ്റം ഒരു വലിയ പ്രദേശം മുഴുവൻ നടപ്പിലാക്കുക എന്നത് അസാധ്യമായിരുന്നു. ഒരു വലിയ പ്രദേശത്തിലേക്ക് റോം എന്ന സാമ്രാജ്യം വളർന്നപ്പോൾ അവിടെയുള്ള ആധിപത്യങ്ങൾ നിലനിർത്താൻ അവർക്ക് ഒരു വലിയ പ്രൊഫഷണലായുള്ള സൈന്യത്തെ ആവശ്യമായി വന്നു. റോമൻസ് അങ്ങനെ ഒരു സൈന്യത്തെ വളർത്തിയെടുത്തിരുന്നുവെങ്കിലും ഈ സൈന്യത്തെ നിയന്ത്രിക്കാനും ഭരണകാര്യങ്ങൾ കാര്യക്ഷമമാക്കാനും ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടാകേണ്ട ആവശ്യകതയും കൂടി വന്നു. റോമൻ റിപ്പബ്ലിക്കിന്റെ അവസാന നൂറ്റാണ്ടുകളിൽ ഭരണാധികാരികളും സാധാരണക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടർച്ചയായ സംഭവങ്ങളായി തുടരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർക്കിടയിൽ ഒരു പ്രത്യേക സംഘടിത ശക്തിയാകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയുള്ള ഒന്നും തന്നെ ഉയർന്നു വന്നില്ല. എങ്കിലും ചില അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അന്നത്തെ ഭരണാധികാരികളായ സെനറ്റ് അംഗങ്ങൾ പരാജയപ്പെടുത്തുകയായിരുന്നു. ഒരു കൂട്ടം സെനറ്റ് അംഗങ്ങൾ ഭരണസിരാ കേന്ദ്രങ്ങളായിരുന്ന രീതിക്ക് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യ ഭരണാധികാരിയായിരുന്നു സുള്ള. റോമൻ ഭരണഘടനയിൽ ഒന്നൊന്നായി മാറ്റങ്ങൾ സുള്ള കൊണ്ടുവന്നു. എങ്കിലും മുൻ സൈനികർക്ക് അവരുടെ സേവനത്തിന് ശേഷം ഒരു പെൻഷൻ പോലും ഇല്ലാതെ പിരിയേണ്ടി വരുന്ന അവസ്ഥയാണ് അന്ന് നിലനിന്നിരുന്നത്. ഒരു വലിയ സാമ്രാജ്യമായി മാറിയതോടെ അവിടെ ദാരിദ്ര്യം കൂടി വരികയും പെൻഷൻ പോലെയുള്ള അവകാശങ്ങൾ ലഭിക്കാതിരുന്ന സൈനികർ അക്രമാസക്തരാകുന്നത് പതിവാവുകയും ചെയ്തു. ഇതേ കാലയളവിൽ സുള്ള ഗ്രീസിലേക്കൊരു യാത്ര നടത്തിയിരുന്നു. ഈ സമയത്ത് സുള്ള പിന്തുണയ്ക്കുന്നവരും എതിർപക്ഷത്ത് നിൽക്കുന്നവരും തമ്മിൽ ഇറ്റലിക്കാർക്ക് വോട്ടവകാശം നൽകുന്നതിനെ ചൊല്ലി ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ സുള്ള പക്ഷത്തിനെതിരെ നിന്ന ഒരു പ്രധാന സെനറ്റ് അംഗമാണ് സിന്ന എന്ന് വിളിക്കപ്പെടുന്ന ലൂയിസ് കൊർണേലിയസ് സിന്ന. ഈ കലാപത്തോടെ നഗരം വിട്ട് അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടി വന്നെങ്കിലും ഇറ്റലിക്കാരുടെ പ്രീതി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതോടെ BC 86 നടന്ന സെനറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതേ സിന്നയും മാരിയസും അടങ്ങുന്ന പക്ഷമാണ് വിജയം കൈവരിച്ചത്. ഈ വിജയത്തോടെ സിന്ന റോമിലെ സുപ്രധാന ശക്തിയായി മാറി. ഇതോടെ ആഫ്രിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട മാരിയസിന് സിന്നയുടെ സംരക്ഷണത്തിൽ തിരികെ റോമിലേക്ക് വരാൻ സാധിക്കുന്നു. സുള്ള മാരിയസിനെ നാടുകടത്തിയ നടപടി പിൻവലിക്കാൻ റോമൻ ഭരണാധികാരികളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ അതിശക്തമായ സൈന്യം റോമൻ നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. റോം നഗരത്തിൽ പ്രവേശിച്ച സിന്ന മാരിയസ് സഖ്യം ശത്രുക്കളെ ഒന്നൊന്നായി ഇല്ലാതെയാക്കാൻ തുടങ്ങി. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ വധിക്കപ്പെടുക. ഇതായിരുന്നു സിന്നയുടെ രീതി. റോം പിടിച്ചെടുത്തതോടെ സിന്നയും മാരിയസും പ്രഥമ ശത്രുവായ സുള്ളയെയും സുള്ളയുടെ കൂടെ നിന്ന മറ്റ് സെനറ്റ് അംഗങ്ങളെയും രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിക്കുകയും കിഴക്കൻ മേഖലയിലെ സുള്ളയുടെ പ്രോ കൗൺസിലർ കമാൻഡർ പദവി എടുത്തു കളയുകയും ചെയ്തു.
മാത്രമല്ല സുള്ള നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ റദ്ദാക്കുകയും ചെയ്യുന്നു. ഇതോടെ റോമിന്റെ പ്രധാന ഭരണാധികാരികളായി സിന്നയും മാരിയസും സ്ഥാനമേൽക്കുന്നു. മാരിയസ് റോമിൽ സൈനിക പരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ടു. ഒരു റിപ്പബ്ലിക് എന്നതിനുപരി ഒരു കമാൻഡിന്റെ കീഴിൽ വരുന്നതിന് റോമൻ ജനതയെ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഇതോടെ ഒരു റിപ്പബ്ലിക് എന്നതിൽ നിന്നും റോമിനെ ഒരു സാമ്രാജ്യത്വ ഭരണത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. BC 78 സുള്ളയുടെ പരാജയവും റോമിലെ രാഷ്ട്രീയ മാറ്റവും മനസ്സിലാക്കിയ സീസർ റോമിലേക്ക് തിരികെ വരുന്നു. റോം നഗരത്തിൽ തന്നെ അല്പം പിന്നോക്ക പ്രദേശമായ സൗറയിൽ ഒരു വീടും അദ്ദേഹം സ്വന്തമാക്കി. മാത്രമല്ല ജൂപ്പിറ്ററിന്റെ പുതിയ മഹാപുരോഹിതനായി സീസറിനെ മാരിയസ് നിയമിക്കുകയും ചെയ്തു. പക്ഷേ 7ാം തവണയും കൗൺസിൽ സ്ഥാനം ഏറ്റെടുത്ത മാരിയസ് 71ാമത്തെ വയസ്സിൽ വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ മരണപ്പെടുന്നു. BC 77 ഒരു അഭിഭാഷകനായി മാറിയ ജൂലിയസ് സീസറിന്റെ സേവനം റോമിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ ജനപിന്തുണ ഉണ്ടാകാൻ കാരണമാക്കി. വളരെ വാക്ചാതുര്യമുള്ള സീസർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിലും ശൈലിയിലും മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. സീസറിന്റെ ഗുരുനാഥനും ഗ്രീക്ക് അധ്യാപകനുമായ അപ്പോളോനിയസ് ടിയാനയുടെ ഒപ്പം ഒരു കപ്പലിൽ റോമൻ പ്രവിശ്യയായ റാഡ്സിലേക്ക് ഒരു യാത്ര ഈ കാലയളവിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏതാനും ചില സേവകരും നാവികരും മാത്രമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ യാത്ര തുടങ്ങി കപ്പൽ റോമൻ അതിർത്തി കടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൂട്ടം കടൽക്കൊള്ളക്കാർ ഈ കപ്പലിനെ ആക്രമിക്കുന്നു. രാത്രിയുടെ മറവിൽ അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണത്തിൽ സീസറും കൂട്ടരും പരാജിതരായി. മാത്രമല്ല സീസറിനെ ഈ കടൽക്കൊള്ളക്കാർ തടവിലാക്കുകയും ചെയ്തു. കടൽക്കൊള്ളക്കാർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഈ കപ്പലിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോൾ സീസറിനെ തടവിൽ വെച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടാൻ അവർ തീരുമാനിക്കുന്നു. അവർ സീസറിനെയും കൊണ്ട് അജ്ഞാതമായ ഒരു ദ്വീപിൽ എത്തുന്നു. അവിടെ നിന്നും ദൂതന്മാർ വഴി മോചനദ്രവ്യം ആവശ്യപ്പെടാനായിരുന്നു അവരുടെ തീരുമാനം. ദൂതന്മാർ വഴി 20 ടാലന്റ് വെള്ളിയാണ് സീസറിനെ മോചിപ്പിക്കാനായി അവർ ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. ടാലന്റ് എന്നത് വലിയ തുകകളെയും ഭാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു റോമൻ വാക്കാണ്. ഒരു ടാലന്റ് വെള്ളി എന്നാൽ ഏകദേശം 32 കിലോയോളമാണ് ഉണ്ടാവുക. പക്ഷേ ഇത് കേട്ട സീസർ അവരോട് പറഞ്ഞത് വെറും 20 ടാലന്റ് അല്ല തനിക്ക് വിലയിടേണ്ടതെന്നും കുറഞ്ഞത് 50 ടാലന്റ് വെള്ളിയെങ്കിലും തനിക്ക് വിലയിടണമെന്നും അവരെ പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഇതുമാത്രമല്ല അവരുടെ തടങ്കലിലാണെങ്കിലും സ്വതന്ത്രമായി നടക്കാനും ഉറങ്ങുമ്പോൾ ബഹളം വയ്ക്കുന്നവരെ ശകാരിക്കാനും സീസർ മടിച്ചില്ല. ശരിക്കും സീസർ സ്വതസിദ്ധമായ ശൈലിയിൽ അവരിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ഒഴിവു സമയങ്ങളിൽ താൻ തയ്യാറാക്കിയ കവിതകൾ കടൽക്കൊള്ളക്കാരെ പാടിക്കേൾപ്പിക്കാനും സീസർ സമയം കണ്ടെത്തി. മാത്രമല്ല അവരോട് നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും സീസർ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഭ്രാന്തനായ ഒരു തടവുകാരന്റെ ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് അവർ കരുതി. 38 ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഒടുവിൽ റോമൻ അധികാരികൾ സീസറിന് വേണ്ടി ആവശ്യപ്പെട്ട ധനം നൽകി അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. മോചിതനായതിനു ശേഷം റോമിലേക്ക് പോകുന്നതിന് പകരം സീസർ ചെയ്തത് മെലിറ്റസ് തീരത്ത് ഒരു നാവികസേനയെ തയ്യാറാക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഒരു നാവികതലവനായി പ്രവർത്തിച്ച് ഒരു പരിചയവുമില്ലാതിരുന്ന സീസർ അത്ഭുതകരമായി തന്നെയാണ് സേനയെ തയ്യാറാക്കുന്നത്. തന്നെ തടവിൽ വെച്ചിരുന്ന അതേ ദ്വീപിൽ തന്നെ അവർ ഉണ്ടെന്ന വിവരം മനസ്സിലാക്കിയ സീസർ തന്റെ സേനയ്ക്കൊപ്പം ദ്വീപിലേക്ക് നീങ്ങുന്നു. സീസറിന്റെ നേതൃത്വത്തിൽ കടൽക്കൊള്ളക്കാരെ വളരെ പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കാൻ റോമൻ നാവികസേനയ്ക്ക് സാധിച്ചു. തനിക്കായി കൊടുത്ത മോചനദ്രവ്യം സീസർ തിരിച്ചുപിടിക്കുകയും കടൽക്കൊള്ളക്കാരെയൊക്കെ തടവിലാക്കുകയും ചെയ്തു. ഈ തടവുകാരെ മേലിറ്റസ് ഗവർണർക്ക് അദ്ദേഹം കൈമാറുകയും ചെയ്തു. പക്ഷേ മേലിറ്റസ് ഗവർണർ അവരെ ശിക്ഷിക്കാൻ മടിക്കുന്നു. കടൽക്കൊള്ളക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങി അവരെ സംരക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയ സീസർ അവരെ റോം നഗരത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവരോടൊപ്പം സമയം ചിലവഴിച്ച് അവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ശേഷം സ്വന്തം കൈകളാൽ ഓരോരുത്തരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഈ രീതിയിൽ കടൽക്കൊള്ളക്കാരെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ടുവന്ന് അതിക്രൂരമായ ശിക്ഷ നടപ്പിലാക്കിയത് വെറുതെയൊന്നുമായിരുന്നില്ല. അത് റോമിൽ വാർത്തയാകണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് സീസർ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. റോമൻസ് എപ്പോഴും വീരതകളും സാഹസങ്ങളും കാണിക്കുന്നവരെ ആഘോഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് നായക പ്രാധാന്യം നൽകുന്നവരാണ് റോമൻസ്. മാത്രമല്ല സീസർ തനിക്കുണ്ടാകുന്ന ഒരു അപമാനം ക്ഷമിക്കാനോ സഹിക്കാനോ തയ്യാറാകാത്ത വ്യക്തിത്വമായിരുന്നു എന്നും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്താൽ പൊറുതിമുട്ടിയ റോമൻസിന് സീസറിന്റെ ഈ ആക്രമണം ഒരു വിധത്തിൽ ആശ്വാസമായി. വേദികളിൽ വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കാനും തനിക്ക് കഴിയുമെന്ന് സീസർ തെളിയിക്കുകയായിരുന്നു. ഈ സംഭവത്തോടെ സീസർ അധികാരത്തിന്റെ പടവുകൾ വേഗതയോടെ കീഴടക്കി തുടങ്ങി. ഇതോടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി. ലോകം കീഴടക്കുക, ഈ ലോകത്തിന്റെ തന്നെ നായകനായി മാറുക. സീസർ കണ്ട സ്വപ്നങ്ങളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. യൂറോപ്പിലുടനീളം തങ്ങളുടെ ലെജേണികളെ തയ്യാറാക്കി കീഴടക്കലിന്റെ ചരിത്രത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. സൈനിക പ്രഭാവത്തിന്റെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനത്തിന്റെയും മുകളിൽ
ഒരു റിപ്പബ്ലിക്കൻ ശക്തിയായി റോമിനെ മാറ്റാൻ ജൂലിയസ് സീസർ ആഗ്രഹിച്ചു. സീസറിന്റെ ആദ്യത്തെ പുത്രിയാണ് ജൂലിയ. അതിസുന്ദരിയായ ജൂലിയ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവളും നല്ല സ്വഭാവത്തിനും ഉടമയായിരുന്നു. ഈ കാലഘട്ടത്തിൽ, അതായത് ജൂലിയയുടെ 15ാമത്തെ വയസ്സിൽ പ്രമുഖ സെനറ്റ് അംഗമായ പോംപസിനെ ജൂലിയ വിവാഹം കഴിക്കുന്നു. ഇതോടെ ജൂലിയസ് മാർക്കസ് പോംപിക് സഖ്യം റോമിലെ പ്രധാന ശക്തികളായി മാറി. പോംപിക്ക് ആവശ്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ സീസർ തയ്യാറായി. കിഴക്കൻ പ്രവിശ്യകളിലെ റോം അധികാരം പുനഃസംഘടിപ്പിക്കാനും അവിടെ സേവനം നൽകുന്ന സൈനികരുടെ വിശ്വസ്തത നിലനിർത്തുന്നതിനും അവർക്ക് ഭൂമി വിതരണം ചെയ്യാൻ ഇതോടെ പോംപിക്ക് സീസറിന്റെ പുതിയ നിയമങ്ങൾ സഹായകമാകുന്നു. ഈ അവസരത്തിൽ പോംപി കിഴക്കൻ മേഖലകളിൽ തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു. സീസറിന്റെ നിയമനിർമ്മാണത്തിലൂടെയുള്ള സഹായം കാരണം തന്നെ ഈ സമയത്ത് സീസറിന് പോംപിയുടെയും മാർക്കസിന്റെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെ സീസർ ഗൗളിന്റെ ഗവർണറായും നിയമിതനാകുന്നു. മാത്രമല്ല, പോംപിയുടെ സമ്പത്തിനും പ്രശസ്തിക്കുമൊപ്പം തന്നെ സീസറും വളർന്നു വരുന്നുണ്ട്. BC 58 തുടക്കത്തിൽ സീസർ ഗൗളിലേക്ക് പോകുന്നു. ഗൗൾ എന്നാൽ ഇന്നത്തെ ഫ്രാൻസ്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി ഒക്കെ ചേരുന്ന ഭാഗമാണ്. അവിടുത്തെ റോമൻ അതിർത്തി വർദ്ധിപ്പിക്കുന്നതിനായി അവിടെ അദ്ദേഹം നേതൃത്വം കൊടുത്ത യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിജയത്തിൽ ചെന്നെത്തുന്നു. BC 58 പോംപി തന്റെ സൈനികർക്ക് ഭൂവിതരണം നടത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ മാർക്കസ് തന്റെ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു. മാത്രമല്ല, കിഴക്ക് പ്രദേശത്തേക്ക് സൈനിക നീക്കം നടത്താൻ അദ്ദേഹത്തിന് ആഗ്രഹവുമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് പോംപിയുടെയും സീസറിന്റെയും സഹകരണം ഉണ്ടായിരുന്നില്ല. BC 56 വരെയും പോംപിയും സീസറും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. എങ്കിലും പോംപിയേക്കാൾ കൂടുതൽ സ്വാധീനം റോമൻ ജനതയിൽ സീസറിനുണ്ടായത് പോംപിയെ അസ്വസ്ഥനാക്കുന്നു. BC 56 റോമിൽ വെച്ച് നടന്ന പ്രശസ്തമായ ഒരു സമ്മേളനത്തിൽ സീസറിന് ലഭിച്ച ജനപിന്തുണ ഇരുവർക്കുമിടയിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. എങ്കിലും സീസർ ഈ 3 പേർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും BC 54 സീസറിന്റെ മകളും പോംപിയുടെ ഭാര്യയുമായ ജൂലിയയുടെ മരണം ഈ ത്രികോണ ശക്തികളെ, അതായത് മാർക്കസ്, സീസർ, പോംപി കൂട്ടുകെട്ടിൽ വിള്ളലുണ്ടാക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സീസറിനെതിരെ നിന്ന എലൈറ്റ് ശക്തികൾ പോംപിയെ സീസറിനെതിരെ നിർത്താൻ ശ്രമങ്ങൾ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ മാർക്കസ് റോമിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ പോംപിയുടെ സൈന്യവുമായി ഒരുമിച്ച് മുന്നേറാൻ ലക്ഷ്യം വെക്കുന്നു. പക്ഷേ BC 53 നടന്ന ഒരു യുദ്ധത്തിൽ മാർക്കസ് കൊല്ലപ്പെട്ടു. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഭാഗമായ എല്ലാ റോമൻ സൈനികരും വധിക്കപ്പെടുകയും ചെയ്തു. മാർക്കസിന്റെ മരണത്തോടെ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ വരുന്നതിനായി പോംപിയും ജൂലിയസ് സീസറും നേർക്കുനേർ വന്നു. ഇതേ സമയം റോമിലുണ്ടായിരുന്ന പോംപി സെനറ്റ് അംഗങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ഗൗളിലുണ്ടായിരുന്ന സീസർ യുദ്ധങ്ങൾ ജയിച്ച് മുന്നേറുമ്പോഴും റോമിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ വീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. റോം നഗരത്തിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ സാധ്യത സീസർ മുൻകൂട്ടി കണ്ടു. മാത്രമല്ല, സീസറിനും പോംപിക്കുമിടയിൽ മുൻപ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ പോംപിയെ ഉപദേശിച്ചിരുന്നത് ജൂലിയായിരുന്നു. ജൂലിയയെ ഒഴിവാക്കിയാൽ മാത്രമേ സീസറിനെതിരെ ഒരു നീക്കം നടത്താൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി പോംപി മനഃപൂർവ്വം ജൂലിയയെ വധിച്ചതാണോ എന്ന സംശയം സീസറിൽ ഉടലെടുക്കുന്നു. വ്യക്തിഗതമായ ചില അഭിലാഷങ്ങൾ മാത്രമായിരുന്നു വളരെ ശക്തമായി മുന്നേറിയ മാർക്കസ്, സീസർ, പോംപി സഖ്യത്തെ തകർത്തത്. ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്ന ഈ 3 പേരുടെയും പിളർപ്പ് റോം സാമ്രാജ്യത്തിന്റെ തന്നെ വലിയ വിഭജനങ്ങൾക്ക് വഴിവെക്കുന്നു. BC 59 കൗൺസിലേറ്റിൽ ഒരു പ്രധാന സ്ഥാനം നേടിയെടുക്കാൻ സീസറിന് സാധിച്ചു. ഈ നിയമനത്തോടെ സിസോൾപൈൻ, ട്രാൻസോൾപൈൻ, ഗൗൾ, അയേരിയ എന്നീ പ്രദേശങ്ങളുടെ ഭരണ ചുമതല സീസറിന് ലഭിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ റോമിന്റെ ഭരണം അംഗീകരിക്കാത്ത ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ നിലനിന്നിരുന്നു. റോമിന്റെ തെക്ക് വശം മുഴുവനായും കീഴടക്കാൻ സാധിക്കാത്തത് മൂലം ഈ ഭാഗങ്ങളൊക്കെ സുരക്ഷിതമായി നിലനിർത്തേണ്ടത് റോമിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായിരുന്നു. ജർമ്മനിക് ഗോത്രങ്ങളുടെ ആക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശമായിരുന്നു ഇതൊക്കെ. അതായത് റോമിന്റെ സുരക്ഷ ഇപ്പോൾ ജൂലിയസ് സീസറിന്റെ കൈകളിലാണ്. BC 50കളിൽ ലോകചരിത്രത്തിന്റെ ഭാഗമാകാൻ തയ്യാറായ സീസറിന് മുന്നിൽ ഈ പ്രദേശത്തെ ഗോത്രവർഗ്ഗങ്ങൾ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. ഇക്കൂട്ടത്തിൽ അന്ന് ഗൗളിന് ഏറ്റവും വെല്ലുവിളിയായി നിലനിന്നിരുന്നത് ഹെൽവിറ്റി എന്ന ഒരു ട്രൈബ്സ് ആയിരുന്നു. ഇവർ ഗൗളിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ റോമുമായി സഖ്യത്തിലായിരുന്ന ചില ഗാലിക് ഗോത്രവർഗ്ഗങ്ങൾ ഇവരെ തടഞ്ഞു നിർത്തുന്നതിൽ താൽക്കാലികമായി മാത്രം വിജയിക്കുന്നു. അവരുടെ പ്രതിരോധം പക്ഷേ താരതമ്യേന ശക്തി കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഒരു ഇടപെടൽ നടത്താൻ സീസർ തീരുമാനിക്കുന്നു. അതിശക്തമായ ഒരു യുദ്ധമാണ് അവിടെ ഹെൽവെറ്റുകളെ തുരത്താൻ സീസറിന് നടത്തേണ്ടി വന്നത്. ഈ യുദ്ധത്തിൽ സീസർ വിജയം കണ്ടു. ഈ യുദ്ധവിജയം കൂടിയായപ്പോൾ സീസർ ഒരു അതിശക്തനായ സൈനിക ജനറലായി മാറിക്കഴിഞ്ഞിരുന്നു. ഗൗളിൽ തന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ വിജയം അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. ഇതിനുശേഷം അധികം വൈകാതെ തന്നെ സീസറിന് മറ്റൊരു വെല്ലുവിളി കൂടി ഏറ്റെടുക്കേണ്ടി വന്നു. ജർമ്മൻ പ്രഭുവായിരുന്ന അറിയോവിസ്റ്റസ് ആയിരുന്നു പുതിയ സീസറിന്റെ എതിരാളി.
റെയിൻ നദി മുറിച്ചു കടന്ന അറിയോവിസ്റ്റസ് ഗൗളിലെ ചില പ്രദേശങ്ങൾ തന്റെ അധികാരത്തിന് കീഴിലാക്കുകയും അവിടെ നിന്നും നികുതി പിരിവ് നടത്തുകയും ചെയ്തിരുന്നു. ഗൗൾ ഇപ്പോൾ സീസറിന്റെ ഭരണത്തിന്റെ കീഴിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നികുതി പിരിക്കുന്നതും ഈ പ്രദേശത്തെ സൈനിക നീക്കവും നിർത്തലാക്കാൻ റോമിന്റെ സഖ്യകക്ഷി കൂടിയായിരുന്ന അറിയോവിസ്റ്റസിനോട് സീസർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് അനുസരിക്കാൻ അറിയോവിസ്റ്റസ് തയ്യാറായില്ല. മാത്രമല്ല, റോം സാമ്രാജ്യത്തിന്റെ ബലഹീനതയെപ്പറ്റിയും ജർമ്മനിയുടെ വീര്യത്തെപ്പറ്റിയും ഒക്കെ വീമ്പിളക്കുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ആക്രമിക്കാൻ അറിയോവിസ്റ്റസ് സീസറിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. റോമുമായി സഖ്യത്തിലായിരുന്നത് കൊണ്ട് തന്നെ റോം സാമ്രാജ്യത്തിന് സീസറിനൊപ്പം പ്രാധാന്യമുള്ളയാളാണ് താനെന്ന് അറിയോവിസ്റ്റസ് കരുതി. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അറിയോവിസ്റ്റസ് വിലയിരുത്തുന്നു. ഹെൽവിറ്റിയെയും മറ്റ് കെൽറ്റിക് ഗോത്രങ്ങളെയും പരാജയപ്പെടുത്തിയ സീസറും അദ്ദേഹത്തിന്റെ സൈന്യവും ഗൗളിൽ തന്നെ ഉണ്ടായിരുന്നു. അറിയോവിസ്റ്റസ് വെല്ലുവിളിച്ചത് സീസറിനെ ചൊടിപ്പിച്ചു. ഉടൻ തന്നെ സീസർ സൈന്യവുമായി സാവോൻ താഴ്വരയിലേക്ക് മാർച്ച് തുടങ്ങി. പക്ഷേ ഇതേ സമയം തന്നെ സീസറിന്റെ കീഴിലുള്ള റോമൻ സൈനികർക്കിടയിൽ ഒരു കിംവദന്തി പരന്നു. അത് ജർമ്മൻ സൈനികർ വളരെ മികച്ച യോദ്ധാക്കളാണെന്നും കൂടാതെ അവർക്ക് അമാനുഷിക ശക്തികളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്നുമൊക്കെയായിരുന്നു റോമൻ സൈനികർക്കിടയിൽ സംസാര വിഷയമായ വാർത്ത. ഇത് മനസ്സിലാക്കിയ സീസർ ഉടൻ തന്നെ ഒരു സൈനിക മീറ്റിംഗ് വിളിച്ചുകൂട്ടുന്നു. റോമൻ ദേശീയതയും സൈന്യത്തിന്റെ ശക്തിയും അവരെ നയിക്കുന്ന രാജാക്കന്മാരുടെ ബുദ്ധിശക്തിയും ഒക്കെ വിളിച്ചോതുന്ന ഒരു പ്രസംഗമായിരുന്നു സീസർ അവിടെ നടത്തിയത്. ഭയന്നിരിക്കുന്ന സൈനികർക്കിടയിൽ ആത്മവീര്യവും ആക്രമിക്കാനുള്ള മനസ്സും തന്നിലുള്ള വിശ്വാസതയും ഉണർത്തുന്നതായിരുന്നു സീസറിന്റെ പ്രസംഗം. റോമൻ സൈന്യം ഇതോടെ പൂർവാധികം ഊർജം വീണ്ടെടുത്തു. അറിയോവിസ്റ്റസിന്റെ സൂബ സൈന്യത്തെ ആക്രമിക്കാൻ അവർ തയ്യാറായി. വളരെ ബുദ്ധിപൂർവമായ സൈനിക നീക്കത്തിലൂടെ തന്നെയായിരുന്നു അറിയോവിസ്റ്റസിന്റെ സൈന്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അറിയോവിസ്റ്റസിനെ പിടികൂടാനോ വധിക്കാനോ പക്ഷേ സീസറിന് സാധിച്ചില്ല. അറിയോവിസ്റ്റസ് ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടി എന്നാണ് പറയപ്പെടുന്നത്. ഈ യുദ്ധം കൂടി വിജയിച്ചതോടെ റൈൻ നദിയുടെ തീരം വരെയുള്ള പ്രദേശം പൂർണ്ണമായും സീസറിന്റെ കൈകളിലാകുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഈ പ്രദേശത്തിലെ ഗോത്രവർഗങ്ങളുമായും ജർമ്മനിക് സൈന്യവുമായും ഒക്കെ നിരന്തരം സീസർ യുദ്ധത്തിലേർപ്പെട്ടു. ഈ സമയത്ത് ഗൗളിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളായി കണക്കാക്കപ്പെട്ടിരുന്നത് ബെൽജിക്ക എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗമായിരുന്നു. ഇവർക്കെതിരെയുള്ള യുദ്ധവിജയത്തിനായി സങ്കീർണമായ യുദ്ധതന്ത്രങ്ങൾ സീസറിന് നടപ്പാക്കേണ്ടി വന്നു. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി വലിയ കോട്ടകൾ കെട്ടിപ്പടുക്കുകയും പ്രാദേശിക ഗോത്രവർഗങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. BC 56 നിരന്തരമായി നടത്തിയ യുദ്ധങ്ങളുടെ ഫലമായി കിഴക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ റോമൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ വ്യാപ്തി വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പ്രദേശത്തൊക്കെ ഏകീകൃതമായ ഒരു റോമൻ ഭരണം നിലനിർത്താൻ വേണ്ടി പ്രദേശത്തെ ഗോത്രവർഗങ്ങളെ വിഭജിച്ച് നിർത്താനുള്ള പ്രവർത്തനവും സീസർ ചെയ്തിരുന്നു. സീസറിന്റെ നേതൃത്വത്തിൽ ഗൗളിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പിടി മുറുകി വരുന്ന സമയത്ത് അവിടെയുള്ള ഗോത്രവർഗങ്ങൾക്ക് രക്ഷകനായി ഒരാൾ സീസറിന് മുന്നിൽ വരുന്നു. അത് ആർവർണി ഗോത്രത്തിലെ ഗാലിക് രാജവംശജനും തലവനുമായിരുന്ന വെർസിംഗെറ്റോറ്റിക്സ് ആയിരുന്നു. സീസറിന്റെ നേതൃത്വത്തിൽ വിഭജിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങളെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം ശ്രമങ്ങൾ തുടങ്ങി. ഈ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയും ഒന്നിച്ചു ചേർത്ത ഗോത്രങ്ങളുടെ സൈന്യത്തിന്റെ കമാൻഡിംഗ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. വെർസിംഗെറ്റോറ്റിക്സിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർത്ത ഈ സൈന്യം പ്രധാനമായും നടത്തിയ ആക്രമണങ്ങളൊക്കെ ഗൊറില്ല യുദ്ധമുറകളായിരുന്നു. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതി റോമൻ സൈന്യത്തിന് തലവേദനയായി മാറി. ഒടുവിൽ ഗാർഗോവിയ യുദ്ധത്തിൽ ഇതേ തന്ത്രത്തിലൂടെ സീസറിന്റെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് റോമൻ സൈനികരും റോമൻ സഖ്യകക്ഷികളും വധിക്കപ്പെട്ടു. വൻ പരാജയം ഏറ്റുവാങ്ങി സീസറിന്റെ റോമൻ സൈന്യം അവിടെ നിന്നും പിൻവാങ്ങുന്നു. പക്ഷേ ഗൗളിലെ ഗോത്രവർഗങ്ങളെ വിഭജിച്ച് നിർത്തി ഈ വിഭജനം ചൂഷണം ചെയ്തുകൊണ്ട് ഗൗൾ വീണ്ടും കീഴടക്കാൻ സീസറിന് സാധിച്ചു. BC 52 നടന്ന അലേഷ്യ യുദ്ധത്തിൽ റോമൻ സൈന്യം വെർസിംഗെറ്റോറ്റക്സിന്റെ സൈന്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. വെർസിംഗെറ്റോറ്റക്സിനെ പിടികൂടിയ സീസർ അദ്ദേഹത്തെ 4 വർഷം തടവിലാക്കുകയും ശേഷം BC 46 സീസറിന്റെ വിജയത്തിന്റെ ഭാഗമായി റോമിന്റെ തെരുവിലൂടെ പരേഡ് നടത്തിയതിനു ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇതിനുശേഷം സീസർ ഗൗളിലെ ഗോത്രവർഗങ്ങളെ വിഭജിച്ച് നിർത്താൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി. ഒരേ സമയം തന്നെ രക്ഷകനായും സംരക്ഷകനായും എന്നാൽ അവരറിയാതെ അവരുടെ ശത്രുവായും സീസർ നിലകൊള്ളുന്നു. റെയിൻ നദിക്ക് അപ്പുറമുള്ള ഗോത്രങ്ങൾ റോമൻ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതരാണെന്ന് കരുതി. പക്ഷേ എവിടേക്കും ഏതു നിമിഷവും റോമൻ സൈനികർക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ സീസർ ആഗ്രഹിച്ചു. ഇതിന്റെ ഫലമായി 40,000-ലധികം വരുന്ന സൈനികരുമായി റെയിൽ നദിക്കരയിലെത്തിയ സീസർ വെറും 10 ദിവസം കൊണ്ട് പ്രദേശത്തെ തടികൾ ഉപയോഗിച്ച് റെയിൻ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നു. ശേഷം തന്റെ സൈനികരെ നദിക്കപ്പുറം എത്തിച്ച സീസർ ചില ഗോത്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഈ പ്രദേശത്തുണ്ടായിരുന്ന സൂബി സൈനികർ റോമൻ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറായി. ഇത് മനസ്സിലാക്കിയ സീസർ ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്ന് പിന്മാറുകയും പോകുന്നതിന് മുൻപ്
തങ്ങൾ നിർമ്മിച്ച പാലം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. പക്ഷേ 2 വർഷത്തിന് ശേഷം സീസർ വീണ്ടും ഇതേ ഇടത്തിലേക്ക് തന്റെ സൈന്യവുമായി തിരികെ എത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുൻപ് നിർമ്മിച്ചതിൽ കൂടുതൽ ശക്തമായ ഒരു പാലം റൈൻ നദിക്ക് കുറുകെ അദ്ദേഹം നിർമ്മിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സേനയെ നദിക്കപ്പുറം എത്തിച്ച് ഗ്രാമപ്രദേശങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് സൂബി സേന ഈ പ്രദേശത്തുണ്ടായിരുന്നുവെങ്കിലും അവർ റോമൻ സൈനികരെ നേരിടാതെ അവിടെ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. പാലം നിർമ്മിക്കുകയും ഗോത്രപ്രദേശങ്ങളിൽ ആക്രമിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ഈ പ്രദേശത്തെ സീസറിന്റെ ആധിപത്യം കൂടുതൽ ഉറപ്പിച്ചു. ഗൗളിലുള്ള പ്രദേശവാസികൾ സീസറിന് ഒരിക്കലും ഒരു ക്രൂരനായ ജേതാവിന്റെ പ്രതിച്ഛായ ആയിരുന്നില്ല നൽകിയത്. മറിച്ച് അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം കൊള്ളയടിച്ചിരുന്നില്ല. മറിച്ച് എല്ലാ പ്രദേശവും റോമൻ അധികാരത്തിൽ കൊണ്ടുവരികയും റോമൻ നിയമവാഴ്ചയ്ക്ക് വിധേയമാക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. കൂടാതെ ഇടയ്ക്കിടെ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവയൊക്കെ പരിഹരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ മറവിൽ അവർ തമ്മിലുള്ള വൈര്യം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള വൈര്യം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ റോമൻ സാമ്രാജ്യത്തിനോ തനിക്കോ ഒരു വിധത്തിലുള്ള വെല്ലുവിളിയുമാകില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഈ ഗോത്രവർഗ്ഗങ്ങളിലെ മികച്ച മേധാവികളെ അല്ലെങ്കിൽ പോരാട്ട വീര്യമുള്ള ഗോത്രവർഗ്ഗ ഗ്രൂപ്പുകളെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ അദ്ദേഹം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. റോമൻ സാമ്രാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളെയോ സൈനിക ഗ്രൂപ്പുകളെയും ആക്രമിക്കുകയോ അവർക്ക് അനിഷ്ടമായി പ്രവർത്തിക്കുകയോ ചെയ്യാൻ ഗോത്രവർഗ്ഗങ്ങൾ ഭയന്നിരുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഏതൊന്നിനെയും സംരക്ഷിക്കുന്ന സീസറിന്റെ ഈ പ്രവൃത്തി റോമിന്റെ രാഷ്ട്രീയ വർഗത്തെയും സാധാരണ ജനങ്ങളെയും കീഴടക്കാൻ അവർക്ക് നൽകിയ സൂക്ഷ്മമായ പ്രചാരണങ്ങളായിരുന്നു. കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുക, എതിർത്ത് നിൽക്കുന്നവരെ ഇല്ലാതാക്കുക. സീസറിന്റെ ഈ സന്ദേശം റോമിലെ ഓരോ സാധാരണ പൗരനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഈ യുദ്ധ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഗൗളിലെ ധാന്യ വിപണിയും ലോഹങ്ങളുടെ വിപണിയും ഒക്കെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഗൗളിലെ റോമൻ സാമ്രാജ്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ ആക്രമണത്തിന് ശേഷവും അവർ പിടിച്ചെടുത്ത കൊള്ളവസ്തുക്കൾ കൃത്യമായി സൈനികർക്കിടയിൽ വിതരണം ചെയ്യാൻ സീസർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സൈനികർ അദ്ദേഹത്തിന് മേൽ കൂടുതൽ വിശ്വസ്തരായി മാറി. ഇതിലൂടെ സൈനികർക്കിടയിൽ ഒരു ഹീറോ പരിവേഷവും സീസറിന് നേടിയെടുക്കാൻ സാധിച്ചു. ഓരോ സൈനികർക്കും അവരുടെ സേവനങ്ങൾ അടിസ്ഥാനമാക്കി പ്രതിഫലങ്ങൾ ഉയർത്തുകയും സ്ഥാനക്കയറ്റങ്ങൾ നൽകുകയും ചെയ്തു. ഇതേ സമയം തന്നെ സെനറ്റിന്റെ തീരുമാനങ്ങളെയും പോംപി നയിക്കുന്ന എതിർവശത്തുള്ള അധികാരികളുടെ തീരുമാനത്തെയും എതിർക്കേണ്ട സമയമാകുമ്പോൾ ഈ സൈനികരുടെ വിശ്വാസ്യത നിർണായകമാകുമെന്ന് സീസറിന് ഉറപ്പുണ്ടായിരുന്നു. റോമൻ ജനതയ്ക്ക് സീസർ നേടിക്കൊടുത്ത യുദ്ധവിജയങ്ങൾ അദ്ദേഹത്തിന് അവർക്കിടയിൽ ഒരു വലിയ സ്ഥാനം തന്നെ നേടിക്കൊടുത്തു. സീസർ റോമിലേക്ക് തിരികെ എത്തിയപ്പോൾ യുദ്ധങ്ങളിലൂടെ നേടിയ കൊള്ളവസ്തുക്കളും യുദ്ധത്തടവുകാരെയും ഒക്കെ ഉപയോഗിച്ച് തലസ്ഥാനത്ത് ഒരു വലിയ പരേഡ് തന്നെ അദ്ദേഹം നടത്തി. ഈ പ്രവൃത്തിയിൽ പോംപിയും സെനറ്റ് അംഗങ്ങളും അപകടം മണത്തു തുടങ്ങി. ജനങ്ങൾക്ക് പരിചിതരായ ഒരു കൂട്ടം ധീരരായ സൈനികരെ നയിക്കുന്ന, വിജയങ്ങൾക്ക് പിറകിൽ വിജയങ്ങൾ കൊയ്ത, ജനങ്ങൾ ആരാധിച്ചു പോകുന്ന ഒരു ജനറലായി റോമൻ ജനതയ്ക്കിടയിൽ സീസർ സ്വയം അവരോധിക്കുകയായിരുന്നു. സീസറിന്റെ ഈ ലക്ഷ്യം വ്യക്തമായി മനസ്സിലാക്കിയ പോംപി പക്ഷക്കാർ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടു. BC 58-നും 51-നും ഇടയിൽ നടന്ന ഗാലിക് യുദ്ധങ്ങളിലൂടെ നേടിയ സമ്പത്തിന്റെ ഒരു ഭാഗം തന്നെ പിന്തുണയ്ക്കുന്ന സെനറ്റ് അംഗങ്ങളെ വരുതിയിൽ വരുത്താനും കൂടെ നിർത്താനുമായി സീസർ ഉപയോഗിച്ചു. കിഴക്കൻ യുദ്ധത്തിലുണ്ടായ മാരിക്കസിന്റെ മരണം റോമൻ പബ്ലിക്കിന്റെ ദുർബലമായ രാഷ്ട്രീയാവസ്ഥയെ ഇളക്കി മറിക്കുകയായിരുന്നു. മാത്രമല്ല, സീസറിനും പോംപിക്കുമിടയിൽ അധികാരത്തിനുള്ള ഒരു വടംവലി അദൃശ്യമായി തുടങ്ങി വെക്കുകയും ചെയ്യുന്നു. ഗൗളിലെ സീസറിന്റെ വിജയം ഇപ്പോൾ പോംപിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകട സൂചന തന്നെയാണ്. സീസറിന്റെ മകളായ ജൂലിയയുടെ മരണം ഇരുവർക്കുമിടയിലെ കുടുംബപരമായ ബന്ധവും നീക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ജൂലിയയുടെ മരണത്തിൽ സീസർ പോംപിയെ സംശയിക്കുകയും ചെയ്യുന്നു. റോമിൽ എങ്ങും സീസറിന്റെ വിജയത്തെപ്പറ്റിയുള്ള പ്രചാരണങ്ങൾ അലയടിക്കുന്നുണ്ട്. ഇതൊക്കെ പോംപിയെ അസ്വസ്ഥനാക്കുന്നുമുണ്ട്. നിരന്തരമായ യുദ്ധങ്ങളിലൂടെ നേടിയെടുത്ത സമ്പത്ത് സീസറിനെ ഇതിനകം തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി കൂടുതൽ ആളുകൾ അടുക്കുകയും സീസറിനെ തങ്ങളുടെ ജനറലായി കണക്കാക്കുകയും ചെയ്തു. റോമൻ ജനതയ്ക്കിടയിൽ തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ചിലവഴിക്കാൻ തയ്യാറായ സീസറിനെ റോമൻ രാഷ്ട്രീയത്തിലെ ഒരു മത്സരമില്ലാത്ത പോരാളിയാക്കി മാറ്റി. ആരാണ് ഇനി റോമിൽ പരമോന്നത ശക്തിയായി മാറുകയും റോമിനെ നയിക്കുകയും ചെയ്യുക എന്നുള്ള ചോദ്യം റോമൻ ജനതയ്ക്കിടയിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചു. സെനറ്റിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികളുമായി ചേർന്ന് പോംപി എത്രയും പെട്ടെന്ന് സീസറിന്റെ ഈ ഉയർച്ചയെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗൗളിലെ സീസറിന്റെ കമാൻഡിംഗ് കാലാവധി അവസാനിച്ചപ്പോൾ ഇറ്റലിയിലേക്ക് മുന്നേറുന്ന റോമൻ സൈന്യത്തിനൊപ്പം ചേരാൻ സെനറ്റ് അംഗങ്ങൾ ഓർഡറിട്ടു. പക്ഷേ BC 49-ന്റെ തുടക്കത്തിൽ
ഇറ്റലിയിലേക്ക് പോകുമ്പോഴും ഗൗളിലെ അധികാരം തന്നിൽ തന്നെ നിലനിർത്താൻ സൈന്യം വഴി സീസറിന് സാധിച്ചു. മാത്രമല്ല, റോമിൽ നിന്നും സീസറിനെ അകറ്റി നിർത്താനായി ഇറ്റലിയിലേക്ക് അയച്ച സെനറ്റിന് തെറ്റി. കാരണം അവിടെയും സീസറിനെ കാത്തിരുന്നത് വിജയം തന്നെയായിരുന്നു. സീസറിന്റെ നേതൃത്വത്തിൽ അധികം വൈകാതെ തന്നെ ഇറ്റലിയും റോമിന്റെ ഭാഗമായി. ഈ വിജയം കൂടിയായപ്പോൾ സീസറിന്റെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്ന റോമൻ ജനതയുടെ ആവേശം സെനറ്റ് അംഗങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പോംപിയും സംഘവും സീസറിനെതിരെയുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഇറ്റലിയിലും വിജയം കൈവരിച്ചതോടെ സൈന്യത്തെ പിരിച്ചുവിടാനായി സെനറ്റിനെ കൊണ്ട് ഓർഡർ പുറപ്പെടുവിക്കാൻ പോംപിക്ക് സാധിച്ചു. പക്ഷേ ഇതേ സമയം കൂടുതൽ സ്വീകാര്യതയാണ് ഇറ്റലിയിൽ സൈന്യത്തിനിടയിൽ സീസറിന് ലഭിച്ചത്. സൈന്യം പിരിച്ചുവിട്ടതിന് ശേഷം റോമിലേക്ക് മടങ്ങിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സീസറിന് നന്നായി അറിയാമായിരുന്നു. BC 59 വീണ്ടും സെനറ്റ് ഒരു നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചു. ഒന്നുകിൽ സീസർ സൈന്യത്തെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ റോമൻ പബ്ലിക്കിന്റെ ശത്രുവായി മാറുക. ഇതായിരുന്നു സീസറിന് നൽകിയ നിർദ്ദേശം. മാത്രമല്ല, സീസറിന്റെ സൈന്യവുമായുള്ള റോമിലേക്ക് വരവ് തടയാനും റോമിനെ സംരക്ഷിക്കാനും പോംപിയെ സെനറ്റ് നിയമിക്കുന്നു. ഈ സമയത്തും സീസർ ബുദ്ധിപരമായി പ്രവർത്തിച്ചു. റോം പിടിച്ചെടുക്കാൻ സ്വയം തീരുമാനിച്ചാലും അതിന് തന്റെ സൈനികർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും റോമൻ നഗരത്തെ ആക്രമിക്കാൻ, റോമൻ ഭരണത്തെ അട്ടിമറിക്കാൻ അവർ സ്വയം തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം കരുതി. അതിനായി സൈനികർക്കിടയിൽ അദ്ദേഹം ഒരു വോട്ടെടുപ്പ് നടത്തി. 3 ഓപ്ഷനുകളാണ് അദ്ദേഹം അവർക്ക് നൽകിയത്. ഒന്ന്, താൻ ആയുധം താഴെ വെച്ച് സൈന്യത്തെ പിരിച്ചുവിട്ട ശേഷം റോമിലേക്ക് പോവുക. രണ്ടാമത്തേത്, ആയുധമെടുത്ത് ഇറ്റലി അതിർത്തി കടന്ന് തുടർ യുദ്ധങ്ങൾ നടത്തുക. മൂന്നാമത്തേത്, റോമിലെ സെനറ്റിനെയും പോംപിയുടെയും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കലാപം നടത്തി ഭരണം പിടിച്ചെടുക്കുക. സത്യത്തിൽ ഇത് അദ്ദേഹത്തിനൊപ്പം സൈനികരെ നിർത്താനുള്ള ഒരു കുബുദ്ധി തന്നെയായിരുന്നു. ഇപ്പോൾ സൈന്യത്തിന് തന്നോടുള്ള വിശ്വാസവും അർപ്പണബോധവും മുതലെടുക്കുക എന്നത് തന്നെയായിരുന്നു സീസറിന്റെ ലക്ഷ്യം. ഉറപ്പായും സൈനികർ റോമിലെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സെനറ്റിനെയും പോംപിയെയും പരാജയപ്പെടുത്തുക എന്ന ഓപ്ഷൻ തന്നെയാകും തിരഞ്ഞെടുക്കുക എന്നത് സീസറിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ശരിയായിരുന്നു. സൈനികർ തിരഞ്ഞെടുത്തത് റോമിലേക്കുള്ള ഒരു സൈനിക നീക്കം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നതും അതുതന്നെയാണ്. തന്റെ നിർദ്ദേശപ്രകാരം റോമിലേക്ക് സൈന്യത്തെ നയിക്കുന്നതിലും നല്ലത് സൈനികരുടെ ഇച്ഛാശക്തി അനുസരിച്ച് റോമിലേക്ക് അതേ സൈന്യത്തെ നയിക്കുക എന്നതാണ് വിജയിക്കാൻ കൂടുതൽ സാധ്യതയെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റോമിലേക്ക് സൈനിക നീക്കം നടത്തുന്നതിനൊപ്പം തന്നെ ഒരു യുദ്ധമില്ലാതെ പോംപിയെ കീഴടക്കാനുള്ള നീക്കങ്ങൾ സീസർ തുടങ്ങിവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ആയുധം വെച്ച് കീഴടങ്ങാൻ പോംപിക്ക് നിർദ്ദേശമായി ദൂതൻ വഴി സെനറ്റിലേക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. പക്ഷേ സീസറിന്റെ ഈ നിർദ്ദേശം പോംപി സെനറ്റിന്റെ പിന്തുണയോടെ നിരസിക്കുന്നു. മാത്രമല്ല, സെനറ്റ് സീസറിനെ റോമിന്റെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ഗൗളിൽ നടത്തിയ യുദ്ധത്തിൽ ചില കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി സീസറിനെ ശിക്ഷിക്കേണ്ടതുണ്ടെന്ന് സെനറ്റ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇതേ സമയം തന്നെ സീസറിന്റെ റോമിലേക്കുള്ള സൈനിക നീക്കത്തിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ലഭിച്ച തന്റെ 2ാമത്തെ കോൺസൽ സ്ഥാനം സെനറ്റ് അംഗങ്ങൾ അസാധുവാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കരുതി. മാത്രമല്ല, BC 50കളിൽ പോംപി പാസാക്കിയ വിവിധ നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് സീസർ കരുതി. പക്ഷേ ചില ചരിത്രകാരന്മാർ BC 50-49 കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊരു നീക്കം സെനറ്റ് അംഗങ്ങളും പോംപിയും ചെയ്തതിന് തെളിവുകളൊന്നുമില്ല എന്ന് സമർത്ഥിക്കുന്നുമുണ്ട്. കാരണങ്ങൾ എന്തുതന്നെയായാലും സീസറിന്റെ ലക്ഷ്യം റോമിന്റെ ഭരണം തന്നെയായിരുന്നു. സെനറ്റ് അംഗങ്ങൾ പ്രത്യേക പ്രമേയത്തിലൂടെ ഗൗളിലെ സീസറിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. ഇതിനുവേണ്ടി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ സീസറിനെ അനുകൂലിച്ചിരുന്ന സെനറ്റ് അംഗങ്ങൾ വീറ്റോ ചെയ്തു. പക്ഷേ അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ പോംപി പക്ഷത്തെ സെനറ്റ് അംഗങ്ങൾ ഈ നിർദ്ദേശം പാസാക്കി. ഇതിൽ പ്രതിഷേധിച്ച് സീസർ പക്ഷത്തുള്ളവർ റോം നഗരം വിട്ട് സീസറിന്റെ സൈനിക ക്യാമ്പിലേക്ക് പലായനം ചെയ്യുന്നു. BC 49 ജനുവരി 11 സെനറ്റിന്റെ തീരുമാനങ്ങൾക്കെതിരായി സീസറിന്റെ സൈന്യം റോമിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നു. പോംപിയെ ആയിരുന്നു സീസർ ലക്ഷ്യം വെച്ചത്. അതിനായി ആദ്യം റൂബിക്കോൺ നദി മറികടക്കേണ്ടതുണ്ട്. ലെറ്റ് ദ ഡൈ ബി കാസ്റ്റ്. ഇത് റൂബിക്കോൺ നദി മറികടക്കുമ്പോൾ സീസർ ഉച്ചരിച്ച വാക്കുകളായി കണക്കാക്കപ്പെടുന്നു. ഈ നദി മുറിച്ചു കടക്കുന്നതോടെ സൈന്യവുമായി റോമിലേക്ക് പ്രവേശിക്കരുത് എന്ന സെനറ്റിന്റെ വിലക്കിനെ സീസർ ലംഘിക്കുന്നു. സീസറിന്റെ ഈ സൈനിക നീക്കം ഫലത്തിൽ റോമൻ റിപ്പബ്ലിക്കിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കപ്പെട്ടു. എതിരെ നിൽക്കുന്നവരെ കീഴടക്കിയിട്ടാണെങ്കിലും തന്റെ അധികാരവും നിയമവും സ്ഥാപിക്കാൻ തയ്യാറെടുത്ത് തന്നെയായിരുന്നു സീസറിന്റെ നീക്കം. റോമിനെ പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ സജ്ജമാക്കിയ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ ഔദ്യോഗിക തുടക്കമായിരുന്നു സീസറിന്റെ ഈ തീരുമാനം. ആകെ ഭയന്നുപോയ സെനറ്റ് അംഗങ്ങൾ താൽക്കാലികമായി റോമിനെ സംരക്ഷിക്കാൻ പോംപിക്ക് പൂർണ്ണ പിന്തുണ നൽകി. റോമിലേക്കുള്ള സൈനിക നീക്കത്തിൽ
പലയിടങ്ങളിലും സീസറിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. സെനറ്റ് ഭരണത്തിൽ അസംതൃപ്തരായിരുന്ന പല വിഭാഗങ്ങളും സീസറിന്റെ സൈന്യത്തിനായി വാതിൽ തുറന്നു നൽകി. അറേറ്റിയം, കാമറീനം തുടങ്ങിയ റോം ഭരണപ്രദേശങ്ങൾ സീസറിന്റെ ഈ വരവ് ആഘോഷിക്കുകയാണ് ചെയ്തത്. പുതിയ രാഷ്ട്രത്തിന്റെ മാറ്റത്തിന്റെ കാരണക്കാരൻ, ഗൗൾ യുദ്ധങ്ങളുടെ വിജയശില്പി എന്ന രീതിയിൽ ആളുകൾ സീസറിനെ വാഴ്ത്തിപ്പാടി. ഈ ജനപിന്തുണ ഒന്നുകൊണ്ട് മാത്രം പോംപിക്ക് ഇറ്റലിയിൽ നിന്നുള്ള ഈ സൈനിക നീക്കം പ്രതിരോധിക്കാൻ തക്ക സൈന്യത്തെ സംഘടിപ്പിക്കാൻ സാധിക്കാതെ വന്നു. എങ്കിലും നിർബന്ധിതമായി സൈനികരെ സംഘടിപ്പിക്കാൻ ഒരു ശ്രമം പോംപി നടത്തി. പക്ഷേ അതും വിലപ്പോയില്ല. എല്ലാ വഴിയും അടഞ്ഞതോടെ ഭയപ്പെട്ട പോംപി നാടുവിടാൻ തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് തന്നെ സീസറിന്റെ ഈ വരവിൽ ഭയപ്പെട്ട ചില സെനറ്റ് അംഗങ്ങൾ ബ്രൂണ്ടീസിയത്തിലേക്ക്, അതായത് ഇന്നത്തെ തെക്കേ ഇറ്റലിയിലേക്ക് നാടുവിടാൻ തീരുമാനിക്കുന്നു. അവരുടെ ഒപ്പം പോംപിയും ബ്രൂണ്ടീസിയത്തിലേക്ക് തന്നെ എത്തി. അവിടെ നിന്നും കപ്പൽ വഴി പോംപി ഗ്രീസിലേക്ക് കടക്കുന്നു. ഗ്രീസിലെത്തി ഒരു സൈന്യത്തെ രൂപപ്പെടുത്തി സീസറുമായി ഏറ്റുമുട്ടാൻ തന്നെയായിരുന്നു പോംപിയുടെ തീരുമാനം. ഒരു ചെറുത്തുനിൽപ്പില്ലാതെ റോം നഗരം കീഴടക്കാൻ സീസറിനെ അനുവദിക്കില്ല എന്ന് തന്നെ പോംപി കരുതിയിരിക്കാം. പക്ഷേ പോംപി ഒരുപാട് വൈകി കഴിഞ്ഞിരുന്നു. ഒന്ന് ചെറുത്തു നിൽക്കാൻ പോലും ആരുമില്ലാത്ത റോമിലേക്ക് സീസർ തന്റെ സൈന്യവുമായി അനായാസം പ്രവേശിക്കുന്നു. പക്ഷേ പോംപിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവർ നിയമപരമായി സീസറിന്റെ ഈ കടന്നുവരവിനെ എതിർക്കുന്നുമുണ്ട്. എങ്കിലും ഈ തടസ്സങ്ങളൊക്കെ സീസറിന്റെ വാക്ചാതുര്യത്തിൽ മുങ്ങിപ്പോയിരിക്കണം. സീസറിന്റെ വരവ് റോമിലെ ജനങ്ങൾ ആഘോഷിച്ചത് അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ കടന്നുവരവിനെ പോലെയായിരുന്നു. നൃത്തം ചെയ്യുന്നവരെയും വാദ്യമേളക്കാരെയും കൊണ്ട് റോം നഗരവീതി രാജകീയമാക്കിയിരുന്നു. റോമിൽ എത്തിയ സീസർ പക്ഷേ അധികാരം നേടി ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി ഇരിപ്പിടം നേടാനല്ല ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പക അത് ഒരു ദിവസത്തേക്ക് പോലും മാറ്റിവെക്കാൻ ഉള്ളതായിരുന്നില്ല. തനിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയ പോംപിയെയും അദ്ദേഹത്തിന്റെ ഒപ്പം ഓടിപ്പോയ സെനറ്റ് അംഗങ്ങളെയും പിടികൂടി ശിക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ പോംപിയുടെ പാത പിന്തുടർന്ന് സീസറും സേനയും നീങ്ങുന്നു. മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഫാഴ്സലസിൽ വെച്ച് പോംപിയുടെയും സീസറുടെയും സേനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ പ്രദേശത്ത് ശക്തമായ പിന്തുണ പോംപിക്കും ഒപ്പമുണ്ടായിരുന്ന സെനറ്റ് അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ പോംപിക്ക് സാധിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ സമുദ്രപാത നിയന്ത്രിച്ചിരുന്ന നാവികരും പോംപിക്ക് പിന്തുണ നൽകി. വലിയ ഒരു സൈന്യത്തെ തന്നെ നേരിടണമെന്ന് മനസ്സിലാക്കിയ സീസറിന് തന്റെ സൈന്യത്തിൽ അതിയായ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. മാസങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിതരായ സീസറിന്റെ സൈനികരെ കൂടുതൽ ക്ഷീണിതരാക്കാൻ പോംപി തന്റെ സൈന്യത്തിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടേയിരുന്നു. സീസറിനെയും സൈന്യത്തെയും കൂടുതൽ പ്രതികൂല സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ച ശേഷം ആക്രമിക്കാനാണ് പോംപി തന്ത്രങ്ങൾ മെനഞ്ഞത്. പക്ഷേ സീസർ വർഷങ്ങളായി അജയ്യനായി യുദ്ധങ്ങൾ ജയിച്ചു വരുന്ന ഒരു സൈനിക തലവനാണ്. ഇത് പോംപി മറന്നു. പോംപിയുടെ നീക്കങ്ങൾക്കെതിരെ തന്റെ സൈന്യത്തിന്റെ ഘടനയിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി. സീസർ തന്റെ സൈന്യത്തിലെ 600ഓളം വരുന്ന കാലാൾപ്പടയെ 10 വിഭാഗങ്ങളായി തിരിച്ചു. ഓരോ സൈനിക ഗ്രൂപ്പിനും വളരെ പരിചയസമ്പന്നരായ ഓരോ കമാൻഡറിനെയും നിയമിച്ചു. കുതിരപ്പടയെ സീസർ സ്വയം തന്നെ നിയന്ത്രിക്കാനും തീരുമാനിച്ചു. ശേഷം വേട്ടക്കാരനെ തന്നെ ഇരയാക്കുന്ന തന്ത്രം സീസർ നടപ്പിലാക്കി. പല ഭാഗങ്ങളിലായി മാറിക്കൊണ്ടിരുന്ന പോംപിയുടെ സൈന്യത്തിലെ പ്രധാന ശക്തിയായ കുതിരപ്പടയെ മാത്രം പല ഭാഗങ്ങളിലായി തിരിഞ്ഞ കാലാൾപ്പട വളഞ്ഞു. ശേഷം തന്റെ കുതിരപ്പടയുമായി സീസർ ആക്രമണം അഴിച്ചുവിട്ടു. പോംപിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരുന്ന സൈന്യം ഈ ആക്രമണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. റോമൻ സൈനികരുടെ ആക്രമണത്തിൽ ആകെ ഭയന്നുപോയ പോംപി പക്ഷം ഭയന്ന് പല വഴിക്കായി ഓടിപ്പോയി. സീസറിന്റെ ഈ നീക്കം പോംപി പക്ഷത്തെ ഞെട്ടിച്ചു. മാത്രമല്ല, അവരിലെ ആത്മവിശ്വാസം നഷ്ടമായി. പോംപിക്ക് സൈന്യത്തിലുണ്ടായിരുന്ന നിയന്ത്രണവും നഷ്ടമായി. സൈന്യത്തിലുള്ള നിയന്ത്രണം വീണ്ടെടുക്കാൻ പിന്നീട് അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. ആകെ ആശയക്കുഴപ്പത്തിലായ പോംപിയുടെ സൈന്യം പല ദിക്കിലായി പലായനം ചെയ്യുകയായിരുന്നു. ഇതോടെ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോവുക മാത്രമായിരുന്നു പോംപിക്ക് മുന്നിലെ വഴി. പക്ഷേ സീസറിന്റെ ഈ മുന്നേറ്റം കണ്ട് വെറുതെ ഇരിക്കാൻ പോംപിക്ക് സാധിക്കുമായിരുന്നില്ല. സുരക്ഷിത സ്ഥാനം തേടി പോകുന്നതിനൊപ്പം തന്നെ പുതിയൊരു സൈന്യം കെട്ടിപ്പടുക്കുന്നതിനായുള്ള സഹായം തേടി പോംപി ചെന്നെത്തിയത് ഈജിപ്തിലേക്കായിരുന്നു. ഈജിപ്തിന്റെ രാജാവുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. പക്ഷേ റോമുമായി അപ്പോഴേക്കും വളരെ നല്ല വ്യാപാരമുണ്ടായിരുന്ന ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് റോം ഇപ്പോൾ സീസറിന്റെ അധീനതയിലാണുള്ളതെന്നുള്ള വിവരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പോംപിയെ സഹായിക്കുന്നത് സീസറിന്റെ ശത്രുത വിളിച്ചു വരുത്തുമെന്ന് ഈജിപ്തിലെ രാജാവിന്റെ ഉപദേശകർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ പോംപിയെ പിടികൂടി വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തല സീസറിന് കാഴ്ചവെക്കാൻ അന്നത്തെ ഈജിപ്ത് ഭരണാധികാരി തീരുമാനിക്കുന്നു. BC 48 ഒക്ടോബർ 2 സീസർ അലക്സാൻഡ്രിയയിൽ എത്തിയപ്പോൾ ഈജിപ്ത് ഭരണാധികാരിയായിരുന്ന ടോളമി 12 അദ്ദേഹത്തെ സ്വീകരിച്ചത് പോംപിയുടെ മുറിച്ചെടുത്ത തല സമ്മാനമായി നൽകിക്കൊണ്ടായിരുന്നു. തന്റെ ശത്രുവായിരുന്നിട്ട് കൂടി ഈജിപ്ത് ഭരണാധികാരികളുടെ ഈ പ്രവൃത്തി അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിയില്ല. എന്തു തന്നെയായാലും പോംപി ഒരു റോമൻ പോരാളിയാണ്. അദ്ദേഹത്തെ ജീവനോടെ പിടികൂടാനും ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനത്തിലൂടെ
തന്റെ കീഴിൽ ഒരു സ്ഥാനം നൽകാനായിരിക്കണം സീസർ ഉദ്ദേശിച്ചിരുന്നത്. ഇതോടെ ഈജിപ്തിൽ വെച്ച് ടോളമിയും ക്ലിയോപാട്രയും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെട്ട് ക്ലിയോപാട്രയ്ക്കായി യുദ്ധം ചെയ്യാൻ സീസർ തീരുമാനിക്കുന്നു. നൈൽ നദീ തീരത്ത് വെച്ചുണ്ടായ ഈ യുദ്ധത്തിൽ സീസറിന്റെയും ക്ലിയോപാട്രയുടെയും സേന ടോളമിയെ പരാജയപ്പെടുത്തുന്നു. ഇതോടെ ക്ലിയോപാട്രയെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി സീസർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. യുദ്ധം വിജയിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി സീസറും ക്ലിയോപാട്രയും നൈൽ നദീ തീരത്ത് ഒരു വൻ ഘോഷയാത്ര നടത്തുന്നുണ്ട്. ഈ സമയത്ത് റോമിൽ സീസറിന്റെ ഫാഴ്സലസിലെയും ഈജിപ്തിലെയും വിജയ വാർത്തകൾ ചെന്നെത്തി. ഇതോടെ സീസർ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ കൂടി റോമിന്റെ സ്വേച്ഛാധിപതിയായി മാറിക്കഴിഞ്ഞിരുന്നു. BC 47 ജൂൺ വരെ ക്ലിയോപാട്രയ്ക്കൊപ്പം ഈജിപ്തിൽ സീസർ സമയം ചിലവഴിക്കുന്നുണ്ട്. ഇതോടെ പ്രണയത്തിലായ ഇരുവർക്കും സീസറിയൻ എന്ന ഒരു കുഞ്ഞും ജനിക്കുന്നുണ്ട്. ഈജിപ്തിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇന്നത്തെ ക്രിമിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ രാജാവായിരുന്ന ഫെർണാണ്ടസുമായി ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ സീസറിന്റെ പകുതിയിലധികം സൈനികർ മരണപ്പെടുകയും മികച്ച സേനാ പടത്തലവന്മാരെ നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും പിന്നീട് സേലയിൽ വെച്ച് ഫെർണാണ്ടസുമായി ഉണ്ടായ യുദ്ധത്തിൽ സീസർ തനിക്കുണ്ടായ തോൽവിക്ക് പകരം വീട്ടുകയും ചെയ്തു. ഈ യുദ്ധത്തിന് ശേഷമാണ് സീസർ പ്രശസ്തമായ "ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി" എന്ന സന്ദേശം റോമിലേക്ക് അയക്കുന്നത്. ഇതേ സമയവും പോംപി പക്ഷ സെനറ്റർമാർ കിഴക്കൻ മേഖലകളിൽ സജീവമായിരുന്നു. ആഫ്രിക്കയിലെ റോമൻ ശക്തി പ്രദേശമായ ടുണീഷ്യയിലേക്കാണ് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നത്. ഈ സംഘത്തെ നേരിടുന്നതിനായി സീസറിന് മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടിയും വന്നു. സീസർ റോമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാലം അത്രയും റോമിന്റെ ചുമതല നൽകിയിരുന്നത് മാർക്ക് ആന്റണിക്കായിരുന്നു. ജനപ്രീതി ഒട്ടും തന്നെ ഇല്ലാതിരുന്ന മാർക്ക് ആന്റണിയുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഈ കലാപം മാർക്ക് ആന്റണി കായികമായി അടിച്ചൊതുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് ആന്റണിയുടെ ജനപ്രീതിക്ക് വീണ്ടും മങ്ങലേറ്റു. ഇതോടെ സീസർ മാർക്ക് ആന്റണിയെ തരം താഴ്ത്തുന്നുമുണ്ട്. BC 46 ജനുവരി 4 റാസ്പിനയിൽ ടൈറ്റസ് ലാബിയസിനോട് നടത്തിയ യുദ്ധത്തിൽ സീസറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ BC 46 ഏപ്രിൽ 6 അദ്ദേഹത്തിന്റെ സൈന്യം ഈ പരാജയത്തിന് മറുപടി എന്ന വണ്ണം തിരിച്ചടിച്ചു. ഈ യുദ്ധത്തിൽ പോംപിയുടെ മകനായ കാറ്റോ മരണപ്പെടുന്നുണ്ട്. കാറ്റോയുടെ മരണം ആത്മഹത്യയാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. പോംപിയുടെ മറ്റൊരു മകനായ സെക്സ്റ്റസ് ഈ യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടുകയും അദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്യുന്നുണ്ട്. BC 45 സെപ്റ്റംബർ വരെ നീണ്ടുനിന്ന ഈ മുണ്ട യുദ്ധത്തിൽ വർഷങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് അറുതിയായി. പോംപിയൻ പ്രതിരോധം തകർന്നു. പക്ഷേ സെക്സ്റ്റസ് ഒളിവിൽ പോയത് റോമിന് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്തു. റോമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പരിണിത ഫലം ഉറപ്പായും സീസറിന്റെ വിജയം തന്നെയായിരുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ വിദേശത്ത് നടത്തിയ പ്രധാന 4 യുദ്ധങ്ങളിലും വിജയിച്ച സീസർ റോമിലേക്ക് തിരിക്കുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങളിൽ ലഭിച്ച കൊള്ളമുതലുകളും യുദ്ധത്തടവുകാരെയും ഒക്കെയായി ഒരു വലിയ ഘോഷയാത്ര റോമിൽ സീസർ നടത്തുന്നുണ്ട്. ഈ യുദ്ധങ്ങളുടെ വിജയവും റോമിൽ നടത്തിയ ആഘോഷവുമൊക്കെ സീസറിന്റെ രാഷ്ട്രീയമായ ആധിപത്യം റോമിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. സൈനികർക്ക് ഭൂമി നൽകുന്നത് മുതൽ കൂടുതൽ പ്രദേശങ്ങളെ റോമൻ സെനറ്റിൽ ഉൾപ്പെടുത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ സീസർ നടത്തി. ഒന്നുകിൽ സീസറിനെ ഭയന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി കാരണം സെനറ്റിലുള്ളവർ അദ്ദേഹത്തെ അക്ഷരപ്രതി അനുസരിക്കുന്നു. പക്ഷേ അപ്പോഴും റോമൻ റിപ്പബ്ലിക്കിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ സീസറിന്റെ വിജയങ്ങളെ ഭയന്നു. ഒരവസരം കിട്ടുമ്പോൾ സീസറിനെതിരെ തിരിയാൻ അവർ കാത്തിരുന്നു. സീസർ റോമിനെ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അതൊക്കെ നടപ്പിലാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. പുതിയ നിയമനിർമ്മാണങ്ങൾ, നഗര നിർമ്മാണങ്ങൾ, അവയുമായി ബന്ധിപ്പിക്കുന്ന പാതകളുടെ നിർമ്മാണങ്ങൾ ഒക്കെ സീസർ നടത്തുന്നുണ്ട്. ഇക്കാലത്ത് ഒരു സൈനിക ജനറലിനേക്കാൾ കൂടുതൽ ഒരു രാഷ്ട്രത്തലവനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. ഇതേ സമയം തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ സീസർ പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുമുണ്ട്. ഉറപ്പായും സീസർ ഒരു ഊർജ്ജസ്വലനായ പ്രബുദ്ധനായ നേതാവ് തന്നെയായിരുന്നു. റോമൻ റിപ്പബ്ലിക്കിനെ എപ്പോഴും എതിരാളികളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ റോമൻ പ്രദേശമായിരുന്ന സാഗയിലെ ക്ലിയോപാട്രയുടെ സാന്നിധ്യം കടുത്ത വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നുമുണ്ട്. സാഗയിലെ ക്ലിയോപാട്രയുടെ സാന്നിധ്യം റോമൻസിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. കാരണം റോമൻ രാഷ്ട്രത്തെ സ്വാധീനിക്കുന്ന ഒരു വിദേശ രാജ്ഞി എന്ന സങ്കല്പം റോമൻ ജനതയിൽ വളർന്നു. ഇതേ സമയം തന്നെ സീസർ ക്ലിയോപാട്രയെ ഔദ്യോഗികമായി വിവാഹം കഴിക്കാനും അവർക്കായി ഒരു വലിയ കൊട്ടാരം പണിയാനുമൊക്കെ പദ്ധതിയിട്ടിരുന്നതായി പറയപ്പെടുന്നു. എന്തു തന്നെയായാലും തലസ്ഥാനത്തുള്ള ക്ലിയോപാട്രയുടെ സാന്നിധ്യം വലിയ ഗോസിപ്പുകൾക്കും ആക്ഷേപ വ്യാഖ്യാനങ്ങൾക്കും ആക്കം കൂട്ടി. ഇതേ സമയം തന്നെ റോമൻ നഗരത്തിൽ സീസർ സ്വന്തം പ്രതിമകൾ നിർമ്മിച്ചത് അംഗങ്ങളിൽ പലരെയും അസന്തുഷ്ടരാക്കി. പക്ഷേ അതേസമയം തന്നെ മറ്റു ചിലർ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായി സീസർ സ്ഥാനമേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. സൈനികമായി തന്റെ ശത്രുക്കളെ എല്ലാവരെയും ഒഴിവാക്കിയ സീസറിന് അത് സാധ്യവുമായിരുന്നു. അപ്പോഴും നാടുകടത്തപ്പെട്ട അല്ലെങ്കിൽ സീസറാൽ പരാജയപ്പെട്ട പോംപിയൻ പക്ഷം സീസറിനെതിരെയുള്ള നീക്കങ്ങൾ സജീവമായി നടത്തിയിരുന്നു. ഇടയ്ക്കിടെ അവർക്കെതിരെയുള്ള വിജയങ്ങൾ സീസറിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. BC 44 മുതൽ റോം
സീസർ എന്ന ഒരേ ഒരു വ്യക്തിയുടെ അധികാര പരിധിയിൽ കടന്നിരുന്നു. അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ഏകാധിപതിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. റോമൻ കോൺസലായി തുടരുന്നതിനൊപ്പം ഗൗളിന്റെ പ്രോകോൺസൽ പദവിയും സീസർ ഒരേ സമയം വഹിച്ചിരുന്നു. അസാധാരണമായ ഒരു അധികാര കേന്ദ്രീകരണം എല്ലാ മേഖലകളിലും സീസർ നടത്തുന്നുമുണ്ട്. റോമൻ അസംബ്ലിയിൽ തനിക്ക് താല്പര്യമുള്ളവരെ മാത്രം സീസർ അവരോധിക്കുന്നു. തന്റെ അധികാരം സൈനികരിലും ഭരണപരിഷ്കാരങ്ങളിലൂടെ ജനങ്ങളിലും അധിഷ്ഠിതമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. BC 46-ൽ സീസർ ജൂലിയൻ കലണ്ടർ അവതരിപ്പിക്കുന്നു. ഈ കലണ്ടർ ചന്ദ്രമാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിന് സമാനമായി തന്നെ 365 ദിവസങ്ങളും ഓരോ 4 വർഷങ്ങളിലും ഒരു അധിക ദിവസവും ഈ കലണ്ടറിൽ ഉൾപ്പെട്ടിരുന്നു. ഏകദേശം 600-നോട് അടുത്ത് മാത്രം ഉണ്ടായിരുന്ന സെനറ്റ് അംഗങ്ങളുടെ എണ്ണം 900-ആക്കി അദ്ദേഹം ഉയർത്തി. മുഴുവനായോ അല്ലെങ്കിൽ ഭൂരിഭാഗമോ സീസറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ തന്നെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് തന്റെ ഒപ്പം നിന്നവർക്ക് കൂടുതൽ സ്ഥാനങ്ങളും മതിയായ പ്രതിഫലവും നൽകാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തി. ഇതേ സമയം തന്നെ സീസറിനെ ഒരു ദിവ്യപുരുഷനായി അവതരിപ്പിക്കാൻ സീസർ പക്ഷത്തുള്ളവർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും റോമിന്റെ രാജാവ് എന്നുള്ള പദവി സ്വീകരിക്കാൻ സീസർ മടിക്കുകയായിരുന്നു. കാരണം 4 നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ റോമൻ രാജവാഴ്ചയുടെ പതനം റോമക്കാർ വെറുത്ത ഒരു പദവിയാക്കി അതിനെ മാറ്റിയിരുന്നു. പക്ഷേ അപ്പോഴും ക്ലിയോപാട്രയുടെ സാന്നിധ്യത്തിൽ ഈജിപ്തിന്റെ രാജാവാകാൻ സീസർ പദ്ധതിയിട്ടിരുന്നതായി പറയപ്പെടുന്നു. റോമിനെ ഒരു റിപ്പബ്ലിക്കാക്കി നിലനിർത്താൻ ആഗ്രഹിച്ച നിരവധി പ്രമുഖന്മാർ അദ്ദേഹത്തിന്റെ ഈ മുന്നേറ്റം ഒരു രാജവാഴ്ച സ്ഥാപിക്കുന്നതിന്റെ വക്കിലാണെന്നുള്ള ഭയപ്പാടിലായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ റോമിന്റെ അവസാന രാജാവായിരുന്ന പോസ്റ്റർ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് മാറി എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ച ദേവതയെ പോലെ ബഹുമാനിക്കപ്പെട്ടത് കണ്ട നഗരമാണ് റോം. എല്ലാ തീരുമാനങ്ങളും ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ രീതി നിലവിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഏതെങ്കിലും നിയമങ്ങൾ പാസാക്കുന്നതിനായി അസംബ്ലി ചേരുമ്പോൾ സീസറിന്റെ മാത്രം തീരുമാനം അംഗീകരിക്കപ്പെടുന്നത് സാധാരണയായി മാറുകയും ചെയ്തു. സീസറിന്റെ വലം കൈയായിരുന്ന മാർക്ക് ആന്റണി ഒരു സമ്മേളനത്തിൽ സീസറിനെ കിരീടം ചൂടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. വേദിയിലുണ്ടായിരുന്ന പകുതിയോളം ജനങ്ങൾ ഈ പ്രവൃത്തിയെ കയ്യടിയോടെ സ്വീകരിച്ചപ്പോൾ മറ്റുള്ളവർ മൗനമായിരുന്നു. സീസർ ഈ വേദിയിൽ കിരീടധാരണം എതിർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാതെയായി. താൻ കിങ് ആകുന്നതിലുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ സീസർ തന്നെ ഒരു നാടകം നടത്തുകയായിരുന്നു എന്നും ഈ കാര്യത്തെപ്പറ്റി പറയപ്പെടുന്നുണ്ട്. സീസറിന്റെ വളർച്ചയെ ഭയന്ന ഒരു കൂട്ടം ആളുകൾ പിന്നണിയിൽ ഒന്നാകുന്ന സമയമായിരുന്നു ഇത്. റോമിനെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ റിപ്പബ്ലിക്കായി നിലനിർത്താൻ ആഗ്രഹിച്ചവരായിരുന്നു അവരൊക്കെ. അവരിൽ ഭൂരിഭാഗവും പോംബി പക്ഷക്കാരായ സെനറ്റ് അംഗങ്ങൾ ആയിരുന്നു. പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും ഈ ഗ്രൂപ്പിലേക്ക് സീസർ പക്ഷക്കാരും വന്നു ചേരുന്നുണ്ട്. ജൂലിയസ് സീസറിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പ്രധാന നേതൃത്വം നൽകിയത് കാഷ്യസ് ലോഞ്ചിനസും അദ്ദേഹത്തിന്റെ അളിയനും സീസറിന്റെ വിശ്വസ്തനുമായിരുന്ന മാർക്കസ് ബ്രൂട്ടസുമായിരുന്നു. ബ്രൂട്ടസ് സീസറിന്റെ വിശ്വസ്തനായിരുന്നു എങ്കിലും തന്റെ രാജ്യത്തെ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് തള്ളിവിടുന്നതിൽ ഒട്ടും താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. BC 44 ഫെബ്രുവരി 22 നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ സീസറിന്റെ രാജപദവിയിലേക്കുള്ള നീക്കം തടയണം എന്ന തീരുമാനത്തിൽ അവർ എത്തുന്നു. ഇരുവരും ചേർന്നാണ് സീസറിനെതിരെ ഒരു ശക്തി സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. സീസറിന്റെ മരണം മാത്രമാണ് റോമിനെ റിപ്പബ്ലിക്കായി നിലനിർത്താനുള്ള ഏക വഴിയെന്നും അവർ കരുതി. വിശ്വസിക്കാൻ കഴിയുന്ന ഓരോരുത്തരെയായി അവർ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. സീസറിനെ കൊല്ലാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ മതിയെങ്കിലും തങ്ങളുടെ നീക്കം റോമിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് ജനം മനസ്സിലാക്കണമെങ്കിൽ തങ്ങൾക്കൊപ്പം കൂടുതൽ പ്രമുഖന്മാരെ നിർത്തണമെന്ന് ബ്രൂട്ടസ് മനസ്സിലാക്കി. വളരെ വിശ്വസ്തരായ ആൾക്കാരെ മാത്രമാണ് അവർ തിരഞ്ഞെടുത്തത്. ഈ നീക്കം പുറത്തറിഞ്ഞാൽ തല പോകുന്ന പണിയാണെന്ന് ബ്രൂട്ടസിന് നന്നായി തന്നെ അറിയാം. അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെയാണ് അവർ കൂടെ നിൽക്കാനായി തിരഞ്ഞെടുത്തത്. ആവേശത്തോടെ എടുത്തു ചാടുന്ന യുവാക്കളെയോ ദുർബലരായ മുതിർന്നവരെയോ അവർ ഈ ഗൂഢാലോചനയിൽ ഭാഗമാക്കിയില്ല. ഏകദേശം 40 വയസ്സിനോടടുത്ത പുരുഷന്മാരെയാണ് അവർ കൂടുതലും ഈ സംഘത്തിലേക്ക് ചേർത്തത്. ഒടുവിൽ പ്രഥമ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 80ഓളം ആളുകളെ സംഘടിപ്പിക്കാൻ ബ്രൂട്ടസിന് സാധിച്ചു. പാക്യൂവിയസ് ലാബിയോ, കാസിയസ്, ബ്രൂട്ടസ്, ഗായസ്, മാനുഷ്യസ് ബാസിലസ് തുടങ്ങിയവരായിരുന്നു സീസർ പക്ഷത്തുള്ള പ്രമുഖർ. കൂടാതെ സീസർ അപമാനിച്ച പോണ്ടിയസ് അക്വിലയും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ ഗൂഢാലോചന സംഘത്തിൽ സീസറിന്റെ സൈന്യത്തിൽ നിന്നുള്ളവരും സൈനിക ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത കൂട്ടാളികളും വരെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ചിലർ സീസറിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ ആശങ്കയുള്ളവരായിരുന്നു. പക്ഷേ മറ്റു ചിലർ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരായിരുന്നു. ജനപ്രീതിയുള്ള സീസറിനെ കൊല ചെയ്താൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഈ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി. ഇതോടെ സീസറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വലങ്കയുമായിരുന്ന മാർക്ക് ആന്റണിയെ ഈ സംഘത്തിലെത്തിക്കാനുള്ള ശ്രമവും അവർ നടത്തി. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല. ഇതോടെ സംഘത്തിലുള്ള ഭൂരിഭാഗം പേർക്കും ആന്റണിയെയും വധിക്കണമെന്ന അഭിപ്രായം വന്നു തുടങ്ങി. പക്ഷേ ബ്രൂട്ടസിന്റെ അഭിപ്രായം മറിച്ചായിരുന്നു.
സീസറിനെ വധിക്കുക എന്നത് റോമിനെ റിപ്പബ്ലിക് രാഷ്ട്രമായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കണക്കാക്കും. പക്ഷേ സീസറിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ അനുയായികളെയും കൊല്ലാൻ ശ്രമിച്ചാൽ അത് സീസറിനെതിരെയുള്ള പോംബി പക്ഷക്കാരുടെ ആക്രമണമായി കണക്കാക്കപ്പെടും. ഇത് ജനരോഷത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ സീസറിനെ മാത്രം വധിക്കുന്നതാണ് ശരിയായ വഴിയെന്ന് ബ്രൂട്ടസ് അഭിപ്രായപ്പെട്ടു. ഏത് രീതിയിലായാലും സീസർ നടത്തിവെച്ച രാഷ്ട്രീയ പരിഷ്കാരങ്ങളും നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ശരിയായ ലക്ഷ്യത്തെ ജനങ്ങൾ തിരിച്ചറിയില്ല എന്ന് ബ്രൂട്ടസ് പറഞ്ഞു വെച്ചു. അങ്ങനെ അവർ സീസറിന്റെ വധത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. സീസറിനെ കൊലപ്പെടുത്തണം, പക്ഷേ അത് എവിടെ വെച്ച്, എങ്ങനെ? ഇതായിരുന്നു അവർക്കിടയിലെ പ്രധാന ചർച്ച. പല രീതിയിലുള്ള പദ്ധതികൾ അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞു. അതിൽ ഒന്ന്, കോൺസുലർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി സമ്മേളനം നടക്കുമ്പോൾ കൂട്ടത്തോടെ അദ്ദേഹത്തെ ആക്രമിക്കുക എന്നതായിരുന്നു. മറ്റു ചിലർ അദ്ദേഹത്തെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനും വിഷം കൊടുത്തു കൊല്ലാനുമൊക്കെ പദ്ധതികളിട്ടു. പക്ഷേ ഈ പദ്ധതികളൊന്നും വിജയകരമായി നടപ്പാക്കാൻ പറ്റിയ ഒന്നായിരുന്നില്ല. കാരണം സീസറിന്റെ അംഗരക്ഷകരായി കൂടെ ഉണ്ടായിരുന്നത് സീസറിന്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ സീസറിന് വേണ്ടി ജീവൻ കൊടുക്കാനും മടിക്കാത്തവരാണ്. ഒടുവിൽ സെനറ്റ് യോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സീസറിനെ വധിക്കുവാനുള്ള ആശയം അവരിൽ വന്നു. ഈ ആശയം ആരാണ് ആദ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും എല്ലാവർക്കും സമ്മതമുള്ള ഒരു തീരുമാനമായി ഇത് മാറി. ഈ പദ്ധതിയിൽ അവർ കണ്ട ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്തെന്നാൽ സെനറ്റ് യോഗങ്ങളിൽ സെനറ്റ് അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. മാത്രമല്ല, ഈ യോഗത്തിൽ ഒരു സ്വേച്ഛാധിപതിയെ കൊല ചെയ്താൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായി ജനം അതിനെ കാണില്ല എന്നും അവർ രാജ്യത്തിന് വേണ്ടിയുള്ള മാന്യമായ പ്രവൃത്തിയായി അതിനെ കാണുമെന്നും അവർ കരുതി. BC 44 മാർച്ച് മാസം പുലർച്ചെ സീസറിന്റെ ഭാര്യ കാൽപൂർണിയ ഒരു ഭയാനകമായ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് നിലവിളിക്കുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സീസറിന്റെ മൃതശരീരത്തിൽ പിടിച്ച് വലിക്കുന്നതായിട്ടാണ് അവർ സ്വപ്നം കണ്ടത്. അവരുടെ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം തന്നെയായിരുന്നു അത്. ഉണർന്ന ശേഷം എന്തോ അപകടം വരാനുണ്ടെന്ന് സീസറിനെ അവർ അറിയിച്ചു. പുലർച്ചെ 5 മണിക്ക് സെനറ്റ് യോഗത്തിലേക്ക് പോകാനിറങ്ങിയ സീസറിനെ കാൽപൂർണിയ തടഞ്ഞു. ഇതോടെ സീസർ സെനറ്റ് യോഗത്തിന് പോകുന്നതിൽ നിന്നും പിന്തിരിയുന്നു. മാത്രമല്ല, അന്നത്തെ സെനറ്റ് യോഗം പിരിച്ചുവിടാൻ ദൂതൻ വഴി അറിയിക്കുകയും ചെയ്തു. സെനറ്റ് മീറ്റിംഗിനായി ഹൗസ് ഓഫ് പോംപിയിൽ എല്ലാ സെനറ്റ് അംഗങ്ങളും ഒത്തുകൂടി കഴിഞ്ഞിരുന്നു. സീസറിനെ കൊല ചെയ്യാനായി കാത്തിരുന്ന ഗൂഢാലോചനക്കാർ സീസർ യോഗത്തിൽ എത്തിച്ചേരില്ല എന്നറിഞ്ഞതോടെ ആശയക്കുഴപ്പത്തിലായി. മാത്രമല്ല, സീസറിന്റെ ഈ തീരുമാനത്തെ അവർ എതിർക്കുകയും ചെയ്യുന്നു. സെനറ്റ് അംഗങ്ങളുടെ എതിർപ്പ് മനസ്സിലാക്കി ഡെസിമസ് സീസറിനെ യോഗത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇത്രയും വലിയൊരു ഭരണാധികാരി ഒരു സ്ത്രീയുടെ സ്വപ്നം കാരണമോ ശകുനം നോക്കിയോ സെനറ്റിന്റെ പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന് ഡെസിമസ് സീസറിനോട് ചോദിക്കുന്നു. ഈ ചോദ്യം സീസറിനെ മാറ്റി ചിന്തിപ്പിച്ചു. സീസർ സെനറ്റ് മീറ്റിംഗിന് പോകാൻ തീരുമാനിക്കുന്നു. മീറ്റിംഗിനായി ഹൗസ് ഓഫ് പോംപിയിൽ സീസർ എത്തി. കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകർക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ സീസർ ഒറ്റയ്ക്കാണ് ഹാളിനുള്ളിലേക്ക് കടക്കുന്നത്. പക്ഷേ പതിവില്ലാതെ കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ഈ സമയം മാർക്ക് ആന്റണി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സീസർ തടയുന്നു. ഹാളിൽ പ്രവേശിച്ച ശേഷം കൂട്ടത്തിൽ ഏറ്റവും രാജകീയമായ ഇരിപ്പിടത്തിലേക്ക് സീസർ നടന്നു നീങ്ങുമ്പോൾ ആകെ നിശബ്ദതയായിരുന്നു. അദ്ദേഹം തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ കൂടിയ ബ്രൂട്ടസും സംഘവും ഒന്ന് പതറി. മുന്നിലിരിക്കുന്നത് ഇന്നുവരെ ഒരു യുദ്ധത്തിലും രാഷ്ട്രീയ നീക്കത്തിലും പരാജയമെന്തെന്നറിയാത്ത മഹാനായ പോരാളിയാണ്. അദ്ദേഹത്തിന്റെ പൗരുഷം, ഉറച്ച ശരീരം, മൂർച്ചയുള്ള നോട്ടം ഒക്കെ അവരെ ഭയപ്പെടുത്തി. ആകെ നിശബ്ദത. പക്ഷേ ഇതിനെല്ലാം ഭംഗം വരുത്തിക്കൊണ്ട് സീസറിനാൽ നാട് കടത്തപ്പെട്ട തന്റെ സഹോദരനെ തിരിച്ചു റോമിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവുമായി ലൂസിയസ് ഡിലിയസ് സിംബൽ എന്ന സെനറ്റ് അംഗം തന്റെ വാദവുമായി സീസറിന്റെ അടുത്തേക്ക് എത്തുന്നു. ഇത് തന്നെയാണ് അവസരമെന്ന് മനസ്സിലാക്കിയ ബ്രൂട്ടസും സംഘവും ഒന്നിച്ച് ഈ നിവേദനത്തെ പിന്തുണയ്ക്കാൻ എന്ന വ്യാജേന സീസറിന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങി. പെട്ടെന്നുള്ള ഈ നീക്കം എന്തിനാണെന്ന് പോലും സീസറിന് മനസ്സിലായില്ല. മറ്റുള്ളവരോട് സീസർ തന്നെ സഹായിക്കാനായി കൈയുയർത്തി പറയുന്നുമുണ്ട്. പക്ഷേ അപ്പോഴേക്കും നിവേദനവുമായി വന്ന സിംബർ സീസറിന്റെ പിന്നിൽ രാജകീയ പ്രൗഢിക്കായി ധരിക്കുന്ന ഷോളിൽ കയറി വലിക്കുന്നു. ഒരു നിമിഷം സീസർ ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റു. ചുറ്റും ബ്രൂട്ടസിന്റെ ഗൂഢാലോചനാ സംഘം കൃത്രിമമായി തിരക്കുണ്ടാക്കി. സീസർ ഇത് അക്രമമാണ്, എല്ലാവരും ശാന്തരാകണം എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ബഹളത്തിനിടയിൽ തന്റെ അവസരം വന്നു എന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിൽ നിന്ന് കാസ്ക തന്റെ കഠാര പുറത്തെടുത്തു. സീസറിന്റെ പിന്നിൽ നിന്ന് കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവീശി. പക്ഷേ വെട്ടിത്തിരിഞ്ഞ സീസർ കാസ്കയുടെ കയ്യിൽ പിടുത്തമിട്ടു. കാര്യത്തിന്റെ നിജസ്ഥിതി സീസർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ സീസറിലെ പോരാളി ഉണർന്നു. കാസ്കയെ ഒരു കൈ കൊണ്ട് വലിച്ചെറിയാൻ സീസറിന് നിമിഷങ്ങൾ മതിയായിരുന്നു. പക്ഷേ പിന്നിൽ നിന്ന് ഗായസ് സെർവിലസ് കാസ്ക തന്റെ കഠാര സീസറിന്റെ പിന്നിൽ ആഞ്ഞു കുത്തിയിറക്കി. ഒരു നിമിഷം സീസറിന്റെ അലർച്ച ആ ഹോളിൽ പ്രകമ്പനം കൊള്ളിച്ചു. ഇതോടെ ചുറ്റും നിന്നവർ സീസറിന്റെ ശരീരത്തിൽ കഠാരകൾ കുത്തിയിറക്കി. ഓരോരുത്തരെയായി വലിച്ചെറിയുകയാണ് സീസർ ഈ സമയവും. പക്ഷേ
60ഓളം ആളുകൾ ഒന്നിച്ച് ഒരാളെ ആക്രമിച്ചാൽ എത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയും? എന്നാലും സീസറിന്റെ വീര്യം കീഴടങ്ങാൻ അനുവദിച്ചില്ല. ദേഹമാസകലം രക്തമൊലിപ്പിച്ച ശരീരവുമായി ഓരോരുത്തരെയും വകഞ്ഞുമാറ്റി ഹാളിന് പുറത്തേക്ക് അദ്ദേഹം കടന്നു. കട്ടിയുള്ള രക്തം അദ്ദേഹത്തിന്റെ കണ്ണുകളെ മൂടി. ഒടുവിൽ അമിതമായി രക്തം വാർന്ന സീസർ പോംപി തിയേറ്ററിന്റെ മുന്നിലെ പടവിൽ തളർന്നു വീണു. പടവിൽ തളർന്നു വീണ സീസറിന്റെ ശരീരത്തിലും അവർ ആക്രമണം തുടർന്നു. സീസറിന്റെ മരണം ഉറപ്പാക്കുമ്പോൾ കാലത്തിന്റെ കാവ്യനീതി എന്ന വണ്ണം പടവുകൾക്ക് മുന്നിൽ റിപ്പബ്ലിക്കൻ റോമിന് വേണ്ടി പോരാടി മരിച്ച പോംപിയുടെ ഒരു പ്രതിമ തലയുയർത്തി നിൽപ്പുണ്ടായിരുന്നു. മണിക്കൂറുകൾ സീസറിന്റെ മൃതദേഹം ആരും തൊടാതെ പടവുകളിൽ തന്നെ കിടന്നു. ശേഷം അദ്ദേഹത്തിന്റെ 3 അടിമകൾ ചേർന്നാണ് ഒരു ചെറിയ കട്ടിലിൽ കിടത്തി സീസറിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 60-ൽ കൂടുതൽ പേരുടെ ആക്രമണത്തിൽ സീസറിന്റെ ശരീരത്തിൽ 23 മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒന്നിനു പോലും അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ തക്ക ആഘാതമുണ്ടാക്കാൻ സാധിച്ചില്ല. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സീസറിന്റേതാണ്. ഈ റിപ്പോർട്ടിൽ അദ്ദേഹം മരണപ്പെട്ടത് രക്തം വാർന്നാണ് എന്ന് വിവരിക്കുന്നു. ശരീരത്തിൽ തറച്ച 23 മുറിവുകളിൽ ഒന്നിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വാരിയിൽ തുളച്ച് അകത്തെത്താൻ സാധിച്ചത്. സീസറിന്റെ അവസാന വാക്കുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ബ്രൂട്ടസിന്റെ സാന്നിധ്യം കണ്ട സീസർ "യു ടു ബ്രൂട്ടസ്" എന്ന് പറഞ്ഞതിന് ചരിത്രത്തിൽ യാതൊരു തെളിവുകളും ഇല്ല. ഈ ആക്രമണത്തിൽ പകച്ചുപോയ സീസർ "നിങ്ങൾ കുട്ടികളാണോ" എന്ന് ചോദിച്ചതായും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് സീസർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല വാക്കുകളും യഥാർത്ഥത്തിൽ സീസർ പറഞ്ഞതല്ല എന്നും തെളിഞ്ഞിട്ടുണ്ട്. സീസറിന്റെ ജീവിതം കഥകളും നാടകങ്ങളുമാക്കിയ എഴുത്തുകാർ കൂടുതൽ ആകർഷണീയമാക്കാൻ പലതും എഴുതി ചേർത്തിട്ടുണ്ടാകാം. അതിൽ പലതും അവരുടെ ഭാവനകൾ മാത്രമാണ്. സീസറിന്റെ മരണശേഷം ബ്രൂട്ടസും കൂട്ടാളികളും റോമൻ തെരുവുകളിൽ മാർച്ച് നടത്തി. റോമിലെ ജനങ്ങളെ "നമ്മൾ സ്വതന്ത്രരായി കഴിഞ്ഞിരിക്കുന്നു" ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. സീസറിന്റെ കൊലപാതകത്തിന് 2 ദിവസത്തിന് ശേഷം മാർക്ക് ആന്റണി വീണ്ടും സെനറ്റ് വിളിച്ചുകൂട്ടി. സീസറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും ശിക്ഷിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകി. ശേഷം എല്ലാ നിയമങ്ങളും സാധുവായി തന്നെ തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു. സീസറിന്റെ മരണശേഷം സർക്കാർ രൂപീകരണത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാക്കാനാണ് ആന്റണി ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. റോമിനെ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി നിലനിർത്താനായിരുന്നു ബ്രൂട്ടസും കൂട്ടരും ചേർന്ന് സീസറിനെ കൊലപ്പെടുത്തിയത്. എങ്കിലും ഈ കൊലപാതകത്തിന് ശേഷം റോമൻ റിപ്പബ്ലിക്കിന് എന്നേക്കുമായി അന്ത്യമാവുകയാണ് ഉണ്ടായത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.